ദേശാഭിമാനി പത്രത്തില് 1968 ഇന്നത്തെ അതിഥിയായ ശ്രീ SR ശക്തിധരൻ സർ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം സുദീർഘമായ ഒരു കാലഘട്ടം ദേശാഭിമാനിയിൽ പ്രവർത്തിച്ചു. അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. അല്ല, അസിസ്റ്റന്റ് എഡിറ്റർ അല്ല, അസോസിയേറ്റ് എഡിറ്റർ. അസോസിയേറ്റ് എഡിറ്റർ, അതെ, അസോസിയേറ്റ് എഡിറ്റർ ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. അത് ഏത് വർഷമായിരുന്നു സാർ? 2002. 2002 ജൂണില് ദേശാഭിമാനിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, നിയമസഭയുടെ റിപ്പോർട്ടറായിട്ട് സുദീർഘമായ ഒരു കാലം അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് അദ്ദേഹം കേരള പ്രസ് അക്കാദമിയുടെ ചെയർമാനായി 2009 മുതൽ 3 വർഷം അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. അക്കാദമിയുടെ ഒരു സമൂലമായ ഒരു മാറ്റം കൊണ്ടുവരാൻ കാരണമായ 2 കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ചെയ്തത്. അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഒരു പ്രത്യേകം പുതിയ ഒരു നില പണിതു. അതുകൂടാതെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോ അദ്ദേഹത്തിന്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അക്കാദമിയുടെ ഏറ്റവും പുതിയ കോഴ്സുകളിലേക്കുള്ള ഒരു പ്രയാണം അക്കാദമി ആരംഭിക്കുന്നത് ആ ഒരു മാറ്റത്തോടു കൂടിയിട്ടാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയാതീതമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശക്തിധരൻ സർ. രാഷ്ട്രീയത്തിനേക്കാൾ അതീതമായിട്ടുള്ള ശക്തമായ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന് എല്ലാ കാലത്തും പ്രവർത്തകരുമായിട്ടും മറ്റ് നേതാക്കന്മാരുമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ദേശാഭിമാനിയിൽ റിപ്പോർട്ടറായിട്ട് ഇരിക്കുമ്പോൾ ധാരാളം സ്കൂപ്പുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എറണാകുളത്തെ പച്ചാളം സ്വദേശിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ അനുയായികളെല്ലാം സംബോധന ചെയ്യുന്ന SRS എന്നുള്ള ഒരു ചുരുക്കപ്പേരിലാണ്. എറണാകുളം ജില്ലയുടെ ലേഖകനായിട്ട് 1970 അദ്ദേഹം നിയമിതനായി. അതിനുശേഷമാണ് അദ്ദേഹം നിയമസഭ റിപ്പോർട്ടിങ്ങിലേക്ക് പോയത്. പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത വേളയിൽ അന്ന് രാഷ്ട്രപതിയായിരുന്ന KR നാരായണന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം 25 വർഷം നിയമസഭ റിപ്പോർട്ടർ ആയിരുന്നതിന്റെ ഒരു ആദരവ് വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം, തൃശൂർ, അതുപോലെ എറണാകുളം പ്രസ് ക്ലബിന്റെ ഭാരവാഹിയായിരുന്നു. തിരുവനന്തപുരത്തും തൃശൂരും അദ്ദേഹം പ്രസ് ക്ലബ് പ്രസിഡന്റ് ആയിരുന്നു. എറണാകുളം പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തെ കേസരി സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നേതാക്കന്മാരുമായിട്ടും വളരെ വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കും. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ നേതാക്കന്മാര് സഖാവ് ബാലാനന്ദൻ, MM ലോറൻസ് സാറ്, അതുപോലെ തന്നെ KN രവീന്ദ്രനാഥ, ഇവരൊക്കെ ആയിട്ടും വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സഹപ്രവർത്തകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പിന്നെ MM ലോറൻസ് അദ്ദേഹത്തിനെയൊക്കെ നേരിട്ട് പേര് സഖാവെന്ന് പോലും ചേർക്കാത്ത പേര് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ്. EMS പോലും അദ്ദേഹത്തിനെ സഖാവെ എന്ന് വിളിക്കുമ്പോൾ വളരെ അടുത്ത ഒരു ബന്ധം പുലർത്തിയിരുന്ന ശക്തി സാർ അദ്ദേഹത്തിന് നേരിട്ട് പേരാണ് സംബോധന ചെയ്തിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തന വേളയില് ഒരുപാട് പേര് അദ്ദേഹം പിന്നെ പ്രമുഖ സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഖാദി ബോർഡിന്റെ ഖാദിയുടെ വ്യവസായം ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരാഴ്ച ഖാദി ബോർഡിന്റെ ജീവനക്കാരെയും എല്ലാം വെച്ച് റിപ്പോർട്ടർമാരെയും ചേർത്ത് ഒരു യാത്ര നടത്തി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പര്യടനം. ആ പര്യടനത്തില് പിന്നെ
ഓരോ റിപ്പോർട്ടർമാരും പല വാർത്തകളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. പക്ഷെ അവിടുന്ന് കിട്ടിയ എല്ലാ ഇൻഫർമേഷനും ചേർത്ത് ദേശാഭിമാനിയില് ഒരു പരമ്പരയായിട്ട് അത് പ്രസിദ്ധീകരിച്ച വ്യക്തി ശ്രീ KV സുധാകരൻ സാറാണ്. അദ്ദേഹത്തിന് 1990 ഡെവലപ്മെന്റ് ജേർണലിസത്തിനുള്ള അവാർഡ് വാങ്ങിച്ചു കൊടുത്തത് ആ ഒരു പരമ്പരയാണ്. ആ പരമ്പരയ്ക്ക് കാരണമായതും SR ശക്തിധരൻ സാറാണെന്ന് അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നുണ്ട്. 91 പ്രഖ്യാപിച്ച 90 ഡെവലപ്മെന്റ് ജേർണലിസത്തിന്റെ അവാർഡ് അദ്ദേഹത്തിനാണ് കിട്ടിയത്. രാഷ്ട്രീയാതീതമായ ബന്ധം എല്ലാ പാർട്ടി പ്രവർത്തകരുമായിട്ടും അദ്ദേഹം നിലനിർത്തിയിരുന്നു എല്ലാ കാലത്തും. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ കൂടെ പ്രവർത്തിക്കാനും ഒക്കെ അടുത്ത ബന്ധം പുലർത്താനും അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിലും പത്ര പ്രവർത്തകരിലും ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഇവിടെ അക്കാഡമി ചെയർമാൻ എന്നുള്ള രീതിയിലും അദ്ദേഹം വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ ഈ ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ പ്രത്യേക പരിപാടി ചരിത്ര സാക്ഷികൾ എന്നുള്ള പ്രത്യേക പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ സ്നേഹത്തോടെയും ആദരവോടെയും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്കാരം. അതെ, ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. 2020 കേസരി പുരസ്കാരം സാറിനായിരുന്നു കിട്ടിയത്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ മാധ്യമ പുരസ്കാരത്തിനും സാറ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം അദ്ദേഹത്തിന് 2020. അതെ, ഈ ദേശാഭിമാനി കേസരി പുരസ്കാരം ഏർപ്പെടുത്തിയത് ഞാൻ പ്രസ് അക്കാഡമി ചെയർമാനായിരിക്കുന്ന കാലത്താണ്. മുഖ്യമന്ത്രിയായി ആ നിർദ്ദേശം VS മുന്നിൽ സാറാണ് ചെയർമാനായിരിക്കുമ്പോഴാണ് വെച്ചത് അല്ലേ? അതെ, അത് ആദ്യം പറയേണ്ടതായിരുന്നു, ഞാൻ അത് അവസാനം പറയാൻ വെച്ചതാണ്. അതെന്തായാലും സാറ് കൂട്ടിച്ചേർത്തത് നന്നായി. അംഗീകരിച്ചതും. അപ്പം നമുക്ക് സാറിൻ്റെ ഒരു കൗമാര കാലഘട്ടം മുതൽ ആരംഭിക്കാം. ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ലഭിച്ചത് അച്ഛനിൽ നിന്നാണ് എന്ന് വായിച്ചിട്ടുണ്ട്. അച്ഛൻ സജീവ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു, ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അപ്പോൾ അവിടെ മുതൽ നമുക്ക് ആരംഭിക്കാം. അതെ, ഞാൻ എറണാകുളം സ്വദേശിയാണ്. എറണാകുളത്ത് പച്ചാളം ഷൺമുഖപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ ടാറ്റ കമ്പനിയിലെ സോപ്പ് പ്ലാന്റ് സൂപ്പർവൈസറായിരുന്നു. അന്ന് കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ വലിയ വ്യവസായശാലകളിൽ ഒന്നായിരുന്നു. ഇന്നിപ്പോൾ അവിടെ ഇല്ലാത്ത സ്ഥലമുണ്ട്, ടാറ്റാപുരം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവക്കം തന്നെയാണത്. അവിടെ നിന്നൊരു 10 മിനിറ്റ്, വീട്ടിൽ നിന്ന് 10 മിനിറ്റ് നടന്നാൽ ടാറ്റ കമ്പനിയിലെത്താവുന്ന അത്രയും കൈപ്പാട് അകലെയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ട്. അച്ഛൻ ടാറ്റ കമ്പനിയിലെ എംപ്ലോയിയുമായി. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് തൊഴിലാളികളുമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ജനവിഭാഗങ്ങളൊക്കെ ആയിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെയുള്ള സൗകര്യം എനിക്ക് ചെറുപ്പത്തിലേ മുതലേ ഉണ്ടായിരുന്നു. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്നതുകൊണ്ട് അച്ഛനെ അന്ന് എടപ്പള്ളി കേസിൽ പോലീസ് വീട്ടിൽ വന്ന് അന്വേഷിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വളരെ ചെറുപ്പമാണ്. അന്ന് പോലീസ് വണ്ടി വീടിന്റെ വാതിക്കലൊക്കെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭീകരാന്തരീക്ഷം നമ്മുടെ സമീപത്ത് ഉണ്ടായിരിക്കുന്നു എന്ന തോന്നലാണ് ജനങ്ങളിൽ ഉണ്ടാക്കുക. ആ രീതിയിലായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് എനിക്ക് ഈ സാമൂഹ്യ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പ്രചോദനങ്ങൾ കൈവന്നത് എന്നാണ് ഞാനിപ്പോൾ പിന്തിരിഞ്ഞാലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു. അച്ഛനെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരും. അന്ന് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പരസ്യമായത് പറയാൻ തന്നെ ആളുകൾക്ക് മടിയുള്ള കാലത്തായിരുന്നു അതിൻ്റെ അച്ഛനൊക്കെ പരസ്യമായിട്ട് അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെല്ലാം ടാറ്റ കമ്പനിയിൽ എംപ്ലോയീസ് ആയിരുന്നു. അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെ സാമ്പത്തികമായൊന്നും യാതൊരു വിധത്തിലുള്ള മെച്ചവുമുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. അവർക്ക് അവരുടെ ദൈനംദിന ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ സാമാന്യം ജീവിച്ചു പോകാൻ കഴിയുന്നൊരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നവനായതുകൊണ്ട് ഒരുപാട് നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടാനും ഒരുപാട് നേതാക്കന്മാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ തയ്യാറായിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിനകത്ത് ഇത് പോയല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരനാകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എനിക്കൊരു എതിർപ്പോ ഒരു ഭാഗത്തൊന്നും ഉണ്ടായില്ല. എൻ്റെ
കുടുംബാന്തരീക്ഷം അതിന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ, ഞ- ഞാനത് ആ, എനിക്കത് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഞാൻ ആ രീതിയിൽ തന്നെ ആ, കൊണ്ടുപോവുകയും ചെയ്തു. വളരെ ചെറുപ്പം മുതൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അച്ഛൻ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനവും ഫുൾ ടൈം തൊഴിലാളിയുമായിരുന്നതുകൊണ്ട് അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കാണാനും അച്ഛനുമായി മറ്റുള്ളവർ വന്ന് ബന്ധപ്പെടുന്നത് കാണാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അതിൻ്റെതായിട്ടുള്ള മെച്ചങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പിന്നീടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ, എൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിബന്ധങ്ങളിലൊക്കെ വളരെയേറെ സഹായകരമായൊരു ആ, ആ, സമീപനമായിരുന്നു അതുമൂലം ഉണ്ടായത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യും. അതാണൊരു എൻ്റെ എന്നെക്കുറിച്ച് ചെറുപ്പത്തിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പറയാവുന്നത്. അന്ന് ചെറുപ്പം മുതൽ തന്നെ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് അന്നത്തെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല, വലിയ പാടാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ആഫീസ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ആ കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. അന്നും പച്ചാളം പ്രദേശത്ത് ഞങ്ങൾക്കതെല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ വാർഡിൽ, അതായത് പച്ചാളത്തെ കോർപ്പറേഷൻ വാർഡ്, അന്ന് മുനിസിപ്പാലിറ്റി ആയിരുന്നു, മുനിസിപ്പാലിറ്റി വാർഡിലെ പ്രശസ്തനായ ഇന്ത്യയുടെ അഭിനയ നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായ PJ ആന്റണി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. എൻ്റെ അച്ഛൻ അതിനുശേഷം അവിടെ മത്സരിച്ചു. PJ ആന്റണി മത്സരിച്ച് തോറ്റുപോയി, എൻ്റെ അച്ഛനും തോറ്റു. അതൊക്കെ സത്യമാണ്. കാരണം അന്നൊന്നും വലിയ സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലായിരുന്ന കാലമാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ട് രാഷ്ട്രീയക്കാരുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലം അങ്ങനെയാണ് മുന്നോട്ട് പോയത്. എൻ്റെ വിദ്യാഭ്യാസ കാലവും അതുപോലെ തന്നെയായിരുന്നു. അവിടെ പച്ചാളം ബോയ്സ് സ്കൂളിലെ 4.5 ക്ലാസ്, അന്ന് 4.5 ക്ലാസ് വരെ പഠിച്ചു. അവിടുന്ന് പിന്നെ ഞാൻ നേരെ പോകുന്നത് സെന്റ് ആൽബർട്ട്സ് സ്കൂളിലാണ്. അവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം ഞാൻ തേവര കോളേജിൽ ഒരു വർഷം പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചു. ഈ കടമ്പകളൊക്കെ കടക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. പ്രീ യൂണിവേഴ്സിറ്റി, പിന്നീട് പ്രീ യൂണിവേഴ്സിറ്റി ഇല്ല, പ്രീ ഡിഗ്രിയാണ് വരുന്നത്. അപ്പൊ ഞാൻ വരുന്ന കാലത്ത് അത് പ്രീ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അന്ന് പ്രീ യൂണിവേഴ്സിറ്റിക്ക് അവിടെയാണ് അഡ്മിഷൻ കിട്ടിയത്. അതിനുശേഷം പിന്നെ BA ക്ക് മഹാരാജാസ് കോളേജ്, BA കഴിഞ്ഞിട്ട് പിന്നെ LLBക്ക്. BA പഠിച്ച വിഷയം എന്തായിരുന്നു സാർ? എൻ്റെത് എക്കണോമിക്സ് ആയിരുന്നു, BA എക്കണോമിക്സ്. അതിനുശേഷം പിന്നെ ദേശാഭിമാനിയിൽ അന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഇപ്പോ ഈ പാർട്ടിയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പണ്ട് ഒരു കാലത്ത്, അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, വലിയ ബുദ്ധിമുട്ട് ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക എന്നൊക്കെ ഉള്ളത്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പാനൽ സിസ്റ്റമാണ്. ഒരു പാനൽ വെക്കും, ആ പാനൽ എല്ലാവരും അംഗീകരിക്കുക, ഇതൊക്കെയായിരുന്നു നടന്നു പോകുന്നത്. പക്ഷേ ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പർ ആകുമ്പോൾ അന്ന് എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നത് അന്നത്തെ കാലത്ത്. ഇത് 1967-68 കാലമാണെന്ന് ആലോചിച്ചു. ആ കാലത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, മട്ടാഞ്ചേരിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ ജില്ലാ സമ്മേളനം. അവിടെ മട്ടാഞ്ചേരി ഹൈസ്കൂളിൽ, ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പേര് ഓർക്കുന്നില്ല, സ്കൂൾ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ അന്ന് റിട്ടേണിംഗ് ഓഫീസറായിട്ട് തെരഞ്ഞെടുപ്പിൽ ശ്രീമതി KR ഗൗരിയമ്മയായിരുന്നു അറ്റൻഡ് ചെയ്യുന്നത്. റിട്ടേണിംഗ് ഓഫീസറായിട്ട് അവരാണ് ചുമതല വഹിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരാളായിരുന്നു ഞാൻ. അത് അങ്ങനെ നിർഭാഗ്യകരമായ ഒരു സംഭവമായിട്ടാണ് അതിനെ ഇന്നർ പാർട്ടി സർക്കിളിൽ കണ്ടിരുന്നത്. അങ്ങനെ അതിന് ഇടയാക്കിയ സാഹചര്യങ്ങളൊക്കെ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിട്ട് ആര് വന്നു? AP വർക്കിയോ? ജില്ലാ സെക്രട്ടറി ആയിട്ട് ലോറൻസ് MM ലോറൻസ് ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ദേശാഭിമാനിക്കകത്ത് ഒരു പാർട്ട് ടൈമർ എന്നുള്ള നിലയിൽ, അത് ലോറൻസിന്റെ നിർദ്ദേശപ്രകാരം, ലോറൻസ് ആയിരുന്നു അന്ന് അവിടുത്തെ ജില്ലാ ലേഖകൻ. അന്ന് ഈ പാർട്ടി പത്രപ്രവർത്തകരോ എന്നൊക്കെ പറയുന്ന പ്രത്യേക വിഭാഗമൊന്നും ഇല്ലായിരുന്നു. പാർട്ടി സെക്രട്ടറി ആയിരുന്നെങ്കിലും ലോറൻസ് ആയിരുന്നു അന്ന് മറ്റേ അവിടുത്തെ ദേശാഭിമാനിയുടെ ജില്ലാ ലേഖകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട്. അപ്പൊ ലോറൻസിന് ഒരുപാട് ജോലി തിരക്കുള്ളത് കൊണ്ട് ലോറൻസ് എനിക്ക് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ
എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, വാർത്തകളൊക്കെ നീ ശേഖരിക്കുകയും അതൊക്കെ കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം പാർട്ടി ഓഫീസിൽ തന്നെയാണ്. കാനൻഷൻ റോഡിലുള്ള അന്നത്തെ CPI CPM രണ്ട് അപ്പുറവും ഇപ്പുറവുമാണ്. രണ്ടായതിനു ശേഷമുള്ള കാര്യമൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. 1964 പാർട്ടി രണ്ടായതിനു ശേഷം അവിടെ CPIയുടെയും CPMന്റെ ഓഫീസ് കാനൻഷൻ റോഡിലെ പഴയ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു, അതിന്റെ അപ്പുറവും ഇപ്പുറവുമായിരുന്നു. അതിനകത്ത് അന്ന് ലോറൻസിന്റെ പ്രേരണ പ്രകാരമാണ് ഞാൻ ദേശാഭിമാനിക്ക് വേണ്ടി റിപ്പോർട്ട്. അപ്പൊ എനിക്ക് താല്പര്യമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു ജേർണലിസം ഒന്നും പറയാനൊന്നും കഴിയുന്ന കാര്യമൊന്നും അല്ല, കാലവുമല്ല. പക്ഷെ എനിക്കത് ഈ ഗസ്റ്റ് ഹൗസിന്റെ അവിടെ ഈ പത്രലേഖകന്മാരെല്ലാം മന്ത്രിമാർ വരുമ്പോഴൊക്കെ വളരെ ഫ്രീ ആയി കയറി പോകുന്നതും വരുന്നതും ഒക്കെ ഞാൻ മഹാരാജാസ് കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അവിടെ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എന്തോ എങ്ങനെയോ അതങ്ങനെ മനസ്സിൽ കയറി. ഒരു പത്രപ്രവർത്തകനാകുന്ന ഒരു അന്തസ്സാണ് എന്നുള്ളൊരു തോന്നല് ആ കാലത്ത് എന്നിലുണ്ടായത്. എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല, എല്ലാ വിദ്യാർത്ഥികളിലും ഉണ്ടാകണമെന്നില്ല. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ ഉണ്ടായതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് എനിക്ക് അതിനോടൊരു അഭിനിവേശം തോന്നുന്നത്. അങ്ങനെ ഞാൻ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ലോറൻസ് ഇങ്ങനെ പറഞ്ഞത്, നീ ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പയ്യെ പയ്യെ ദേശാഭിമാനിക്ക് വേണ്ടി, അത് വലിയ വാർത്ത എഴുത്തൊന്നുമല്ല, പാർട്ടി കുറിപ്പുകൾ കൊടുക്കുക, പാർട്ടിയുടെ സമ്മേളനങ്ങൾ പറയുക, അതിനകത്ത് പോയി ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസംഗം എടുത്തിട്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്നത്തെ എറണാകുളത്തെ പ്രസ് എന്ന് പറയുന്ന പ്രമാണപ്പെട്ട ആളുകളുടെ എല്ലാം ഇടയിൽ എനിക്കൊരു സ്ഥാനം കിട്ടി എന്നുള്ളതൊരു വസ്തുതയായിരുന്നു. അതൊരു പക്ഷേ എൻ്റെ ഈ പശ്ചാത്തലം കൂടി കൊണ്ടായിരിക്കാം. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഇവരുമൊക്കെ ആയിട്ട് ഇടപഴകാനായിട്ടുള്ളൊരു സൗകര്യം എനിക്കുണ്ടായത് ഞാൻ ഫലപ്രദമായി തന്നെ പ്രയോഗിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അഭിമാനവുമുണ്ട്. അതേ ഒരു സൽപ്രവൃത്തിയായിട്ട് ഞാൻ കാണുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെയൊക്കെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ എറണാകുളം പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് വളരെ ഞാൻ ചെന്ന് അധികം നാൾ കഴിയുന്നതിന് മുമ്പ്, അന്ന് ഇതുപോലെയൊന്നും പത്രപ്രവർത്തകരോ പത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോ ഒന്നും ഉള്ള കാലമല്ല. അതും ഒരു അനുകൂലമായ ഘടകമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ കുറച്ച് ആളുകളെ അന്ന് പത്രപ്രവർത്തകന്റെ കിട്ടുള്ളൂ. എറണാകുളം ജില്ലയിൽ തന്നെ അന്ന് എടുത്തു നോക്കിയാൽ എറണാകുളം പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒഴിവാക്കിയാൽ അന്ന് എറണാകുളം പ്രസ് ക്ലബിന് സ്വന്തമായ കെട്ടിടവും കാര്യങ്ങളും ഉണ്ട്. ഗസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്താണ്. അപ്പൊ എപ്പോഴും ആളുകൾക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനായിട്ടുള്ള എളുപ്പമുണ്ട്. മന്ത്രിമാരൊക്കെ വന്നാൽ ഇന്നത്തെ പോലെയല്ല. അന്ന് എറണാകുളത്ത് ഒരു മന്ത്രി വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പത്രപ്രവർത്തകർക്ക് വന്ന അവിടെ ഇന്ന് അന്തസ്സില്ല എന്നല്ല ഞാൻ പറയുന്നത്, അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു അന്തസ്സും കാര്യങ്ങളും ഒക്കെ ആ കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും അത് വേറൊരു രൂപത്തിലും ഭാവത്തിലും ആയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ നടക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പത്രപ്രവർത്തന രംഗത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം. അപ്പോൾ ആ സമയം തന്നെ താങ്കൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അന്ന് വിദ്യാർത്ഥി വിഭാഗമായ KSFിൻ്റെയും പിന്നീട് KSYFിൻ്റെയും ഒക്കെ ജില്ലാ ഭാരവാഹിയായി അത് ജില്ലാ ഭാരവാഹി ആയിട്ടില്ലേ? അത് പറഞ്ഞില്ല. ഞാൻ കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ അന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, KSFിന്റെ സംസ്ഥാന സമ്മേളനത്തിന് പോകാൻ ഒരു വിദ്യാർത്ഥി അയക്കാൻ അന്നത്തെ പാർട്ടി നേതൃത്വം ബന്ധപ്പെട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. അവസാനം ഞാൻ പോയി തിരുവില്ലാമലയിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അന്ന് വലിയ നേതാവൊന്നുമല്ല ഞാൻ. തിരുവല്ലാമല അത് KSYFിന്റെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ. അത് കഴിഞ്ഞാണ് പിന്നെ KSYF വരുന്നത്. KSFിലെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ KSYFിന്റെ, അപ്പോ KSFിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയി. അതിനുശേഷം ഞാൻ KSYFിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയി. ഇങ്ങനെ രണ്ട് സംഘടനകളുടെയും സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷമാണ് പിന്നീടാണ് SFIയും DYFIയും ഒക്കെ രൂപം കൊള്ളുന്നത് 1970 ശേഷം. അപ്പോ ഞാൻ ഈ രണ്ട് മേഖലകളിൽ നിന്നും പ്രായപരിധിയുടെ കാര്യത്തിൽ ഞാൻ ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്. അപ്പൊ ഈ രണ്ട് സംഘടനകളുടെയും ജില്ലാ സെക്രട്ടറി ആയി ഞാൻ വളരെ നാളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ അനുഭവവും എനിക്കുണ്ടായി. അങ്ങനെ രാഷ്ട്രീയ മേഖലയിൽ അന്നത്തെ എറണാകുളം ജില്ല എന്ന് പറയുന്നത് ഇന്നത്തെ ഇടുക്കി കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു. തൊടുപുഴ എന്നൊക്കെ പറയുന്നത് എറണാകുളം ജില്ലയിലായി. തൊടുപുഴ വരെ പോകണം.
അതെ ഈ അന്ന് ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ വേതനം, അത് ശരിയാണോ ഇല്ലെന്നൊക്കെ ഉള്ളത് തർക്കവിഷയമായ കാര്യമാണ്. തൊഴിലില്ലായ്മ വേതനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു ജാഥ നടത്തിയത് എന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നിന്നും എറണാകുളം കളക്ടറേറ്റിന്റെ വാതിക്കലേക്ക് ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ജാഥ നടത്തി വന്ന ഒരു യുവജന പ്രവർത്തകനായിരുന്നു ഞാൻ അക്കാലം. ഇതൊരു വസ്തുതയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ആ കാലത്ത് സഞ്ചരിക്കുന്നതിനും അവിടെ പ്രവർത്തകരുമായി കണ്ടുമുട്ടുന്നതിനും അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടായി. ഇതൊക്കെ തന്നെ എന്റെ രാഷ്ട്രീയ വളർച്ച, എന്റെ മറ്റെല്ലാ പത്രപ്രവർത്തന മേഖലയിലേക്കുള്ള എന്റെ കടന്നുകയറ്റത്തിനും ഇത് വളരെയേറെ ഉപകാരപ്രദമായി കരുതുന്ന ഒരാളാണ് ഞാൻ. താങ്കളുടെ ഈ മഹാരാജാസ് കോളേജിലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ പിന്നീട് ഇന്ത്യയിലെ കേരളത്തിലെയൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള ചിലരൊക്കെ ഉണ്ടായിരുന്നല്ലോ, വയലാർ രവിയെ പോലെയൊക്കെയുള്ള. ഉണ്ടായിരുന്നു, വയലാർ രവി ഉണ്ടായിരുന്നു. AK ആന്റണി എന്ന് മഹാരാജാസ് കോളേജിൽ വന്നിട്ടില്ല, അദ്ദേഹം ലോ കോളേജിലായിരുന്നു. വയലാർ രവി ലോ കോളേജിൽ പഠിച്ചു. വയലാർ രവി ലോ കോളേജിൽ പഠിച്ചുകൊണ്ടാണ് MAക്ക് മഹാരാജാസ് കോളേജിൽ. അതുകൊണ്ട് തന്നെ വയലാർ രവിയുമായിട്ട് പലപ്പോഴും മറ്റേ ഈ വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറ്റുമുട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അന്നത്തെ KSUക്കാരുമായിട്ട് തുറന്ന ശാരീരിക സംഘടനത്തിലേക്കും എന്റെ നേതൃത്വത്തിലുള്ള KSFന് പോകേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ആ കാര്യത്തിലൊക്കെ ഒരു നേതൃത്വപരമായ പങ്ക് വഹിച്ച് പ്രവർത്തിച്ച ഒരു ആളായിരുന്നു ഞാൻ. കോളേജിൽ നിന്ന് പോകുന്നതിന് ശേഷം മഹാരാജാസ് കോളേജിന്റെ KSFന്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി തന്നെ ഞാൻ പങ്കെടുക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യം. അപ്പൊ ആ കാലത്ത് NS മാധവനൊക്കെ സീനിയറായിട്ട് പഠിച്ചിരുന്നു. വയലാർ രവിക്കെതിരായിട്ട് പ്രസംഗിക്കാനായിട്ട് ഞാൻ കയറൂരി വിട്ടിരുന്ന 3 മസ്കറ്റേഴ്സ് എന്നാണ് ഞാൻ പറയുന്നത്, 3 യുവാക്കൾ. അത് 1 NS മാധവൻ, 2 TK രാമചന്ദ്രൻ, 3 ഗോപി തൊടുപുഴക്കാരൻ. ഇവരിൽ മാധവൻ NS ഇപ്പോഴും ഉണ്ട്, മറ്റവർ 2 പേരും കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. 3 ചുണക്കുട്ടികളെയാണ് അന്ന് വയലാർ രവിക്കെതിരായിട്ട് ക്ലാസ് റൂമിൽ ഉച്ചയ്ക്ക് ഇന്റർവെൽ ടൈമിൽ പ്രസംഗിക്കാനുള്ള അവസരം ഇവരെയാണ് വിട്ടുകൊണ്ട്. NS അന്ന് പ്രീഡിക്ക് അവിടെ NS മാധവൻ, ഗോപി, ഇവർ 3 പേരും അവിടെ പഠിക്കാൻ. NS മാധവനും TK രാമേന്ദ്രനും ഗോപി. അന്ന് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ഈ മഹാരാജാസിലെ ആർക്കായിരുന്നു ഭൂരിപക്ഷം? KSUവിനായിരുന്നോ അതോ? ഞാൻ 3 പ്രാവശ്യം ജനറൽ സീറ്റിൽ മത്സരിച്ച് തോറ്റവരാണ്. മത്സരിക്കുക എന്നുള്ളത് മാത്രം അവിടെ ഞങ്ങൾക്കൊന്ന് കരണീയമായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോകുന്നത് ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ട് അവിടെ SFIക്ക് ദീർഘകാലം. അപ്പോഴൊക്കെ ഞാൻ ട്രിവാൻഡ്രത്തായി. അപ്പൊ അതിനുശേഷം ദേശാഭിമാനിയുടെ അന്ന് ബ്യൂറോ ഉണ്ടോ അവിടെ, അതോ പാർട്ടി ഓഫീസിൽ കേന്ദ്രീകരിച്ചിട്ടാണോ? പാർട്ടി ഓഫീസ് ഒരു ബ്യൂറോ ഇല്ല. ഇന്നിപ്പോ വരുന്ന മറ്റേ ദേശാഭിമാനി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന കാലമല്ലായിരുന്നു. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അന്ന് അതായിരുന്നു പാർട്ടി. അന്നത്തെ പാർട്ടിയാണ് ഇന്ന്. ഇന്നത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ ബഹുജന അടിത്തറയുള്ള പാർട്ടി, നിരവധി തൊഴിലാളി സംഘടനകളുടേതായിട്ട് തലപ്പത്തിരിക്കുന്ന പ്രസ്ഥാനം. എല്ലാ തരത്തിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് ഗുണകരമായതുകൊണ്ടും ദോഷം സംഭവിക്കുന്നതും ഒക്കെ അത് വിശകലനം ചെയ്യേണ്ട ആവശ്യം ഈ ഒരു സന്ദർഭത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ ഈ ആദ്യകാലത്ത് പിന്നെ ഏകാംഗ ബ്യൂറോ ആയിരുന്നോ? താങ്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ? അതിനുശേഷം പിന്നെ തിരുവനന്തപുരത്തേക്ക് പോയത് ഏത് വർഷമാണ്? 1972 ഫെബ്രുവരി 13. അതിനും ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ തിരുവനന്തപുരത്തേക്ക് അന്ന് വരാൻ ആഗ്രഹിച്ചു. എനിക്ക് എറണാകുളത്ത് കാലുറപ്പിച്ചു. അതുകൊണ്ടാണ് ഞാനിവിടെ LLBക്ക് ചേർന്നത്. എനിക്ക് അഡ്മിഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം അന്ന് മറ്റേ മന്ത്രിയായിരുന്ന ഗൗരിയമ്മ അവിടെ ഈവനിങ് ക്ലാസ്, LLBക്ക് ഈവനിങ് ക്ലാസ് തുടങ്ങി. അതിനുള്ള
ഇത് വാങ്ങിത്തന്നു. അതിനകത്താണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, ഈവനിങ് ക്ലാസ്. ഉം. അങ്ങനെ അവിടെ കാലുറപ്പിച്ച് നിന്ന് രാഷ്ട്രീയം നടത്തണമെന്ന് ആണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അന്നൊരു സുപ്രഭാതത്തിൽ CH, എല്ലാവരും CH എന്ന് പറഞ്ഞാൽ മുഹമ്മദ് കോയ, ലീഗിന്റെ CH നേതാവായ കണാരൻ. മുഹമ്മദ് കോയാണെന്ന് വരും. അതല്ല, CH കണാരൻ. CH കണാരൻ. CH കണാരൻ അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ അന്ന് മറ്റേ LDF, ഇന്നലത്തെ LDF, അന്ന് അതിന്റെ നേതാവ് അഴീക്കോടൻ രാഘവൻ. ഇവർ രണ്ടുപേരുമായിട്ടും എനിക്ക് നല്ല ബന്ധമുള്ള കാലം. നല്ല പോലെ എന്നെ അറിയാം, എന്റെ കുടുംബ പശ്ചാത്തലം അറിയാം, എന്റെ മറ്റേ ആരാണ് എന്റെ പിതാവെന്നും എന്താണ് എന്റെ കുടുംബം എന്നൊക്കെ അറിയാവുന്ന ആളുകൾ. ഇവര് ഞാൻ KSYF-ന്റെ സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ KSF ഒക്കെ വിട്ട് KSYF-നായി. അന്ന് ഞാൻ ഒരു പ്രധാന റോളിൽ എറണാകുളത്തുനിന്ന് പോയിരിക്കുന്നതാണ്. അന്ന് ആ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ നടൻ സുകുമാരനെ കാണുന്നത്. സുകുമാരൻ അന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് KSYF-ന്റെ പ്രതിനിധിയായിട്ട്, സമ്മേളന പ്രതിനിധിയായിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നു, ഞാൻ അടിയന്തരമായി എറണാകുളത്തേക്ക് ചെല്ലും. CH കണാരനും അഴീക്കോടൻ രാഘവനും എന്നെ വെയിറ്റ് ചെയ്യുന്ന എറണാകുളത്ത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് സമ്മേളന സ്ഥലത്ത് ഒരു പരിപാടികളിലും പങ്കെടുക്കാതെ, അന്ന് SRP ആയിരുന്നു KSYF-ന്റെ സംസ്ഥാന സെക്രട്ടറി ബാലചന്ദ്രൻ പ്രസിഡന്റായിരുന്നു, K. ബാലചന്ദ്രൻ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്നു. ഞാൻ എറണാകുളത്ത് വരുമ്പോൾ ഇവര് എന്നെ കാത്ത് റെഡിയായി നിൽക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ്, സഖാവ് ഒരു കാര്യം ചെയ്യണം, സഖാവ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞ എന്ത്? അല്ല, അത് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ലേഖകനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഫാദറിനോടൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങളിപ്പോ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, നിങ്ങൾ എവിടെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ല ഞങ്ങളാണ്, അതായത് പാർട്ടി സെന്റർ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സഖാവ് തലമുണ്ടാക്കണ്ട, ഞങ്ങൾ ആലോചിച്ചോളാം എന്ന് ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത്. ഞാൻ പറഞ്ഞു ശരി, ഞാനൊന്ന് ഫാദറിനോട് കൂടി ആലോചിച്ചോട്ടെ. അതൊക്കെ ആലോചിച്ചു ഇവര് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അച്ഛനോട് വിവരം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നീ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പാർട്ടി അങ്ങനെ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ വീണ്ടും ഇവരെ കണ്ടു. അപ്പൊ ഇവർ എന്നോട് പറഞ്ഞു എന്ത് തീരുമാനിച്ചു? ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ട്, അത് ഞാൻ LLB-ക്ക് അപ്പോൾ അവിടെ ഫസ്റ്റ് ഇയർ ഈവനിങ് കോളേജിൽ അഡ്മിഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ LLB-ക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞു, അതൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട, LLB-ക്കുള്ള അഡ്മിഷൻ ഞങ്ങൾ അവിടെ ട്രിവാൻഡ്രത്ത് ശരിയാക്കി തരും, അതിന് നിങ്ങൾ അത് ആലോചിച്ച് തല ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് മറ്റേ അഴീക്കോടൻ. പിന്നെ വേറെ ഒന്നും പറയാനില്ല. അന്നത്തെ കാലത്ത് ഇതുപോലെയൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞാൽ ആളുകളെ കേൾക്കുന്നതും അംഗീകരിക്കുന്നതും. ഞാൻ പറഞ്ഞു ശരി, എന്നാ പിന്നെ ഞാൻ പോവാ, അല്ലാതെ എന്ത് ചെയ്യാനാ, എനിക്ക് അവിടെ അഡ്മിഷൻ മേടിച്ചു തന്നാ. അങ്ങനെ അവരിവിടെ എനിക്ക് സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ ശരിയാക്കി പിറ്റേ വർഷം എന്നെ ഇങ്ങോട്ടേക്ക്, അതാണ് ഞാൻ പറഞ്ഞ 1972 ഫെബ്രുവരി 13 എന്നെ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നു. ഞാനിവിടെ വരുന്നു. ഇവിടെ വന്ന് പ്രവർത്തനങ്ങൾ മുഴുവൻ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഏകനാണ്. ഇവിടെ ബ്യൂറോ ഉണ്ട് തിരുവനന്തപുരത്ത്. അന്ന് ഞാൻ വന്ന് വണ്ടി ഇറങ്ങിയിട്ട് ആദ്യം വരുന്നത് ശാന്തിനഗറിലാണ്. ശാന്തിനഗറിലായിരുന്നു അന്ന് ദേശാഭിമാനിയുടെ ബ്യൂറോ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നീട് അതിനുശേഷമാണ് CM അബ്ദുൾ റഹ്മാൻ കോഴിക്കോട് നിന്ന് എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് ദേശാഭിമാനിൽ ജോയിൻ ചെയ്തത്. അങ്ങനെ CM അബ്ദുൾ റഹ്മാൻ എൻ്റെ കൂടെ പ്രവർത്തിക്കും. അത് ദീർഘകാലം നീണ്ടു നിന്നില്ല. അബ്ദുൾ റഹ്മാനും ഇവിടെ താല്പര്യമില്ല, എനിക്കും ഇവിടെ താല്പര്യമില്ല. ഞാനും എല്ലാ വെള്ളിയാഴ്ചയും ആവുമ്പോൾ നിയമസഭയൊക്കെ കഴിയുമ്പോൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് ബസ്സിൽ കയറി എറണാകുളത്തേക്ക് പോകും. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെയുള്ള ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ കയറി വീണ്ടും ഇങ്ങോട്ട് വരും. ഇതൊക്കെ ഇരുന്ന് അന്നത്തെ ഒരു ചെറുപ്പമല്ലേ, അതിൻ്റെതായ ചില വേളിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ യാത്രയായിരുന്നു. ഇന്നിപ്പോ
ഒരു കണക്കിന് ഞാൻ അവിടെ നിന്ന് പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിന്ന് ഈ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞത് പാർട്ടിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള തീരുമാനമായിരുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ്. ഹലോ. അത് കഴിഞ്ഞ് ദീർഘമായ ഒരു കാലഘട്ടം തിരുവനന്തപുരത്ത് തന്നെ താങ്കൾ പ്രവർത്തിച്ചു. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടല്ലോ, അതേക്കുറിച്ച് പറയുമ്പോൾ. അടിയന്തരാവസ്ഥയിൽ EMS അടക്കം ജാഥ നടത്തിയതിന് അറസ്റ്റ് ചെയ്യുമ്പോൾ ആ ജാഥയോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല അന്നത്തെ മറ്റേ പത്രപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്താണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്തില്ല. എന്നെ അന്ന് തന്നെ ഇവിടെ എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു. ഞാൻ വന്ന് ഈ പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ പത്രലേഖകരുടെ ഇടയിലും, പിന്നെ ഞാനീ പറഞ്ഞില്ലേ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ആയി പെട്ടെന്ന് തന്നെ, അങ്ങനെയൊക്കെ വന്നിട്ട് ഇന്നത്തെ പോലെയല്ല, അന്ന് കുറച്ചുകൂടി പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് കുറച്ചൊരു പ്രാധാന്യം നമ്മുടെ സമൂഹം നൽകിയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞപ്പോൾ തന്നെ സെക്രട്ടറി ആയി ഇവിടെ സെക്രട്ടറി. ഹലോ, പ്രദീപ് സാറിന്റെ വോളി ഇത്തിരി കുറവാണ് കേട്ടോ സർ. സർ ഒന്നും കൂടി അടുത്ത് വെച്ച് സ്പീക്കർ. അപ്പം താങ്കൾ എത്തിയതിന് ശേഷം ഇവിടെ തന്നെ സെക്രട്ടറി ആയി സജീവമായിട്ട് രംഗത്തുണ്ട്. ഈ EMS അറസ്റ്റ് ചെയ്ത ജാഥയിൽ താങ്കൾ എത്തപ്പെട്ട സംഭവം ഒന്ന് വിശദമായിട്ട് പറയുമോ? അല്ല, അന്ന് മറ്റേ KM ജോർജ്, അതുപോലെ തന്നെ R ബാലകൃഷ്ണപിള്ള തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ ഇവിടുന്ന് ജാഥയിൽ പോയപ്പോൾ അവരെല്ലാവരെയും കൂടി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. അന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും അവരാരും ജാമ്യത്തിൽ ഇറങ്ങാൻ തയ്യാറായില്ല. അത് അത്രയും കാര്യങ്ങളെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുള്ള അതിനെ കുറിച്ച്. പിന്നീട് അതിനുശേഷം EMS എല്ലാം 2-ാം ദിവസം 3-ാം ദിവസം തൊട്ട് റിലീസ് ചെയ്തു ജയിലിൽ നിന്ന്. അന്ന് അതിനുശേഷം EMS ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ട് EMS ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ശാന്തിനഗർ 10-ലായിരുന്നു, ഞാൻ 14-ലായിരുന്നു. അതെ, താമസിച്ചിരുന്നു. അയൽനിവാസിയായിരുന്നു അല്ലേ ഒത്തിരി കാലം? അതെ, ഒത്തിരി കാലം. EMS കുടുംബവും ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ ഏതാണ്ട് അയൽവാസിയായിരുന്നു. കുറച്ച് നാളെ ഇതിന്റെ ഇടയിൽ ഞാൻ തൃശ്ശൂർക്ക് പോയി. അതിനുശേഷം എറണാകുളത്ത് വന്നു. എമർജൻസി കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ ട്രിവാൻഡ്രത്തേക്ക്. ഈ അടിയന്തരാവസ്ഥയിലെ 18 മാസം ഈ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ്? പ്രത്യേകിച്ച് വളരെ പ്രീ സെൻസർഷിപ്പിന് വിധേയമായ കർക്കശമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ച് ദേശാഭിമാനി പോലുള്ള ഇടതുപക്ഷ പത്രങ്ങൾ. ദേശാഭിമാനിക്ക് ഭയങ്കര തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ആയിരുന്നു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്ന് ഈ PIB എന്ന് പറയുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ടല്ലോ, അവരാണ് ഇതിന്റെ, അല്ലാതെ നമ്മുടെ PRD ഒന്നുമല്ല. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോക്കാരെ എഴുതിയ സാധനം ഇവിടെ നിന്ന് നമ്മൾ 2 കോപ്പി എടുത്ത് അവരെ കൊണ്ടേ കാണിച്ച് അവരെ അറ്റസ്റ്റ് ചെയ്ത് അവരതിനകത്തുള്ള മാറ്റങ്ങളും തിരുത്തലുകളും ഒക്കെ വരുത്തി തന്ന സാധനം മാത്രമേ നമുക്ക് ഇവിടെ കൊച്ചിയിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അന്ന് ടെലിപ്രിന്ററിലാണ് ഇത് കൊടുത്തത്. ഈ വാർത്ത അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് എമർജൻസി കാലത്ത് അനുഭവിച്ചതെന്നറിയാം. ഇന്നത്തെ പത്രപ്രവർത്തകർക്ക് അത് ആലോചിക്കാൻ പോലും കഴിയും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഈ പലപ്പോഴും ഇവിടെ പിയൂണൊന്നുമില്ല കാര്യമായിട്ട്. ഞാൻ തന്നെ ഇവിടെ നിന്ന് നടന്ന് PIB ഇവിടുന്ന് ഈ മറ്റേ രാജാജി നഗർ വഴി, ഇന്നിപ്പോ രാജാജി നഗർ, അന്ന് ചെങ്കൽച്ചുള്ളി എന്നാ പറയുന്നത്, അതുവഴി പോയി നടന്ന് അവിടെ തൊട്ടടുത്താണ്, കുറച്ചൊരു 10 മിനിറ്റ് നടന്നാൽ എനിക്ക് അവിടെ എത്താം. അവിടെ കൊണ്ടുപോയി അവിടെ കാണിച്ച് അത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങി കൊണ്ടുവന്നിട്ടാണ് വാർത്തയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അത്ര ബുദ്ധിമുട്ടാണ് ആ എമർജൻസി കാലഘട്ടത്തിൽ പത്രപ്രവർത്തകർ, എല്ലാവർക്കും അല്ല, ദേശാഭിമാനി അനുഭവിച്ചതെന്ന് വളരെ സത്യസന്ധമായി പറയാം എനിക്ക്. അന്ന് ഈ കൊണ്ടുപോകുന്ന വാർത്തകൾ തിരസ്കരിക്കപ്പെടുന്ന നിത്യസംഭവമല്ലേ? കാര്യം എല്ലാ വാർത്തയും അംഗീകരിക്കുന്നില്ലല്ലോ. എല്ലാ വാർത്തയും അംഗീകരിക്കില്ല എന്ന് വെച്ച് വാർത്തകൾ കൊടുക്കാതിരിക്കാനും അവർ നിർബന്ധിക്കില്ല. വാർത്തകൾ കൊടുത്തു നിങ്ങൾ, പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞുള്ള ഒരു അഴകുഴമ്പും വർത്താനം പറഞ്ഞു കൊടുക്കണം. എന്നാലും അവർ അറ്റസ്റ്റ് ചെയ്ത് തരും, കൊടുത്തോളാൻ പറഞ്ഞു. അതൊക്കെ നമ്മൾ ചെല്ലുന്നവരുടെ ഒരു മെടുക്ക് പോലെയും കാര്യങ്ങളൊക്കെ ഇരിക്കും. പിന്നെ നമ്മൾ കോൺട്രവേഴ്സി ഒന്നും എഴുതുന്നില്ലല്ലോ. അങ്ങനെയുണ്ട് കോൺട്രവേഴ്സി. മറ്റേ ഗവൺമെന്റിനെതിരായിട്ടോ സെൻട്രൽ ഗവൺമെന്റിനെതിരായിട്ടോ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടോ എമർജൻസിക്കെതിരായിട്ടോ ഒന്നും നമ്മൾ എഴുതുന്നില്ല. എഴുതി ഞങ്ങൾ കൊണ്ടിരുന്ന ചവിട്ടുകൊണ്ടേ കളയുമെന്നറിയാം. അതുകൊണ്ട് എന്തിനാ നമ്മൾ ആ പാടുപെടണേ? എന്റെ കൈയക്ഷരം നന്നാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അത്യാവശ്യം കൊടുക്കാവുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് എഴുതിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഭയങ്കരമായ റെസ്ട്രിക്ഷൻസ് ഈ പത്രലോകം അനുഭവിച്ചത് എമർജൻസിയുടെ കാലഘട്ടത്തിൽ.
ആ എമർജൻസിയെ കെട്ടിപ്പുണർന്നു നടന്ന ആളുകളാണ് പിന്നീട് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചും രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. ശരിയാണ്, ഇത് വിപരീതം നല്ലത്. അപ്പം അതിനുശേഷം ഈ പിന്നെ അസംബ്ലി കവറേജിന് അതിന് ശേഷമാണോ അതോ തിരുവനന്തപുരത്ത് ചെല്ലുന്ന കാലം മുതലേ അസംബ്ലിയിലേക്ക് പോയി കവറേജ് അത് ആരംഭിച്ചോ? ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അസംബ്ലി എന്താണെന്ന് ഞാൻ കണ്ടിട്ട് പോലുമില്ല. അസംബ്ലി റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. വന്നിറങ്ങി അന്ന് തന്നെ രാവിലെ കുളിച്ച് കുറിയിട്ട് ഞാൻ നേരെ അസംബ്ലിയിലേക്കാണ് പോയത് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അന്ന് എന്നെ അവിടെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാളാണ് പിന്നീട് വലിയ മുതിർന്ന പത്രപ്രവർത്തകനായി മാറിയ ജി ശേഖരൻ നായർ, മാതൃഭൂമിയിലെ. അദ്ദേഹം അന്ന് മാതൃഭൂമിയിലൊന്നുമല്ല, അന്ന് വേറെ ഏതോ ഒരു കേരള പ്രസ് എന്നോ മറ്റോ പറഞ്ഞ അതിന്റെ ലേഖകനായിട്ട് ഇവിടെ അസംബ്ലിയിൽ വരും. അതിന് അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ആർക്കും അങ്ങോട്ട് കയറി പോകാനൊന്നും പറ്റില്ല. ഇന്നും ഇപ്പൊ പോകാൻ പറ്റുന്നില്ല എന്ന് പത്രക്കാർ പറയുന്നുണ്ട്. എന്തായാലും അന്ന് അക്രഡിറ്റേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ അസംബ്ലി റിപ്പോർട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ തന്നെ എനിക്ക് അക്രഡിറ്റേഷൻ ഉണ്ടായി. ഉടനെ തന്നെ പാർട്ടി അതെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അസംബ്ലിക്കകത്ത് നേരിട്ട് പോയി കയറാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പ്രഥമ ദിനം തന്നെ ഞാൻ അസംബ്ലിയിൽ കയറി റിപ്പോർട്ട് ചെയ്തവനാണ്. എന്താണെന്ന്, എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് എന്ന് പോലും, അസംബ്ലി റിപ്പോർട്ടിംഗ് എന്ന് പോലും അറിയാതിരുന്ന് ഞാൻ അന്ന് കയറി റിപ്പോർട്ട് ചെയ്തു. അതിനെന്നെ സഹായിച്ചത് അന്നത്തെ മുതിർന്ന പത്രപ്രവർത്തകരിൽ പലരും, യശസ്വരീരനായ KC സെബാസ്റ്റ്യൻ, KC ജോൺ, ഇങ്ങനെ തുടങ്ങിയിട്ട് ചുമ്മാറൊക്കെ അതിനുശേഷം ചുമ്മാർ, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരുപാട് സഹായം എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. അതിങ്ങനെ വേറെയും പലരും ഒക്കെ ഉണ്ട്, അവരെല്ലാവരും പേര് ഞാൻ ഓർക്കുന്നില്ല. അന്ന് വളരെ കുറച്ച് ആളേ ഉണ്ട്, 10-15 ആളുടെ നിയമസഭയ്ക്കകത്തുണ്ടാവും. എന്തോ KG പരമേശ്വരൻ നായർ KG പരമേശ്വരൻ നായർ അല്ല, വിജയരാഘവൻ KG പരമേശ്വരൻ നായരുടെ ഓഫീസിൽ നിന്ന് വരുന്ന കേരളഭൂമിയുടെ റിപ്പോർട്ടറായിരുന്നു. വിജയരാഘവനായിരുന്നു അന്ന് ബ്യൂറോ ചീഫ്, പഴയ RSP നേതാവ്. പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയം മതിയാക്കി പത്രപ്രവർത്തക രംഗത്തേക്ക് വന്ന ഒരു ഉജ്ജ്വലനായ വാഗ്മിയും ഒരു കാലത്ത് വാഗ്മിയും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു KG പരമേശ്വരൻ നായർ. അപ്പോൾ KG പരമേശ്വരൻ നായർ സ്ഥിരമായ അസംബ്ലിയിൽ വരുന്ന ആളുകൾ. അദ്ദേഹത്തിന്റെ സഹായവും എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാനത് വിട്ടുപോയി, നിങ്ങൾ ഓർമ്മിച്ച നന്നായി. അപ്പോൾ ഈ അന്നത്തെ ഈ അസംബ്ലി റിപ്പോർട്ടിങ്ങിലെ ഈ കേരളത്തിലൊക്കെ ഞങ്ങൾ വായിച്ചൊരു ഓർമ്മയുണ്ട്. വളരെ നാടകീയമായി അന്നത്തെ ഒരു വെർബാറ്റിം പോലെ വിവരണം കൊടുക്കുമായിരുന്നു ചില സമയങ്ങളിലൊക്കെ. ദേശാഭിമാനിലെ റിപ്പോർട്ടിങ് എങ്ങനെയായിരുന്നു അന്ന്? ദേശാഭിമാനിലെ റിപ്പോർട്ടിങ്ങിന് ഒരു പരിമിതിയും പരിധിയും ഒക്കെ ഉണ്ട്. കാരണം ഞങ്ങളുടെ ആളുകളുടെ വാർത്തകൾ കൊടുക്കുക മറ്റു പത്രങ്ങളൊന്നും കൊടുക്കില്ലല്ലോ. ഇല്ല, ദേശാഭിമാനി അല്ലാതെ മറ്റേ CPM നേതാക്കൾ പ്രസംഗമോ അവരുടെ തരത്തിൽ അവരുടെ ചോദ്യങ്ങളോ ഒന്നും അന്ന് മാതൃഭൂമിയോ മനോരമയോ കേരളകൗമുദി വല്ലപ്പോഴും കൊടുത്തു വന്നിരിക്കും. അല്ലാതെ ഇവരെ പ്രൊജക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന ഒരു സമ്പ്രദായമില്ലായിരുന്നു. ആ സമ്പ്രദായം എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മിക്കവാറും മുൻതൂക്കം കൊടുക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരുടെ പ്രസംഗങ്ങൾക്കും അവരുടെ ഇന്റർഫിയറൻസിനും അവരുടേതായിട്ടുള്ള ചില മറ്റേ തമാശ എന്ന് കരുതുന്ന ചില കാര്യങ്ങൾക്കൊക്കെയാണ് ദേശാഭിമാനി റിപ്പോർട്ടിങ്ങിൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടിരുന്നത്. അതൊരു സത്യമാണ്, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇത് തന്നെയാണ് മറ്റവരും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സ്വതന്ത്രമായ പത്രപ്രവർത്തനം അക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. നിഷ്പക്ഷമായ പത്രപ്രവർത്തനം, നിഷ്പക്ഷത എന്ന് പറയുന്നത് ഇല്ല ലൈഫിൽ, അത് ചുമ്മാ പറയുന്നതാണ്. എല്ലാവർക്കും പക്ഷമുണ്ട്. അന്നത്തെ പത്രക്കാർക്കും പക്ഷമുണ്ട്. പക്ഷെ അതൊന്നും നമ്മളുടെ വ്യക്തിബന്ധങ്ങളിലും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമ്മൾ പ്രകടിപ്പിക്കാറില്ല എന്ന് മാത്രം അക്കാലം. അപ്പൊ അതുകൊണ്ട് ദേശാഭിമാനി റിപ്പോർട്ടിങ്ങിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പരിധിയും പരിമിതിയും ഒക്കെ ഉണ്ടായി. അത് വെച്ചുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. അതിലെ ഈ റിപ്പോർട്ടിംഗ്, ഈ ദീർഘകാലത്തെ റിപ്പോർട്ടിംഗ് അനുഭവങ്ങളിൽ വളരെ അവിസ്മരണീയമായ എന്തെങ്കിലും സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. അത് ഇപ്പൊ പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും ആ കാലത്ത് ഒരു മന്ത്രിയുടെ കള്ളനോട്ട് ബന്ധത്തെ സംബന്ധിച്ച് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു. മന്ത്രിയുടെ പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അക്കാലത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആളെ അറിയാൻ കഴിയും. കാരണം അന്ന് LDF-നെതിരായി നിന്നിരുന്ന ഒരു മന്ത്രിയായിരുന്നു. കേരളത്തിലെ വളരെ പ്രബലനായ ഒരു മന്ത്രിയായിരുന്നു. ആ മന്ത്രി
20 രൂപ കള്ളനോട്ടിന്റെ കച്ചവടത്തിൽ പങ്കാളിയായിരുന്നു എന്ന ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ദേശാഭിമാനി. ഉം. പിറ്റേ ദിവസം വലിയ ഭൂകമ്പമായിരുന്നു. നേരം വെളുത്ത് തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് തന്നെ ആ ആ, പല പ്രമുഖരായ പത്രക്കാരുമായിരുന്നു. എന്താണ് ഈ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ചെയ്തത്, ഉം. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ഉം. അത് എന്നോട് പറഞ്ഞു, പലരും പറഞ്ഞു മുങ്ങിക്കോ എന്ന് പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്യും, മിക്കവാറും ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് പോകും എന്നൊക്കെ എന്നോട് താല്പര്യമുള്ള ഞങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്ന, പ്രത്യേകിച്ചും ബ്ലിറ്റ്സിന്റെ കറസ്പോണ്ടന്റ് ആയിരുന്ന KRS നായർ, അദ്ദേഹം എന്നോട് പറഞ്ഞ് നീ വേഗം മുങ്ങാൻ നോക്കിക്കൊള്ളുക, അതിന്റെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ എടുത്ത് മാറ്റിയേക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിൽ എനിക്ക് കുറെ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് കഴിയേണ്ടി വന്നു ആ ഒരു റിപ്പോർട്ട് ചെയ്തതിന്റെ പേര്. ക്യാബിനറ്റ് കൂടി എന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തു. അതുമൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോയെങ്കിലും ഞങ്ങൾ അതിനെ നേരിടും എന്ന് തീരുമാനിച്ചു പാർട്ടി. അന്ന് അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങളുണ്ടെന്ന്. പി ഗോവിന്ദപിള്ളയായിരുന്നു പത്രാധിപൻ. അദ്ദേഹം അത് വളരെ സ്ട്രോങ് ആയി തന്നെ അതിൽ ഉറച്ചു നിൽക്കാൻ എന്നോട് പറഞ്ഞു. യാതൊരു കാരണവശാലും അത് വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അതുമായിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഞങ്ങൾക്കെതിരായിട്ട് കേസ്, ആ കേസ് നടന്നുകൊണ്ടിരുന്നു. ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് എമർജൻസി ഒക്കെ വന്നത്. അതിനുശേഷം പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് അപ്പുറത്തുള്ള, അപ്പൊ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ വന്നു. നമ്മുടെ എമർജൻസി കഴിഞ്ഞു, അത് തുടരണ്ട എന്നുള്ളൊരു അഭിപ്രായം ഗവൺമെന്റിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ആ കേസുമായിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അത് പിന്നെ എങ്ങനെയോ ഇല്ലായ വല്ലായിൽ പോയി എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷെ അന്ന് ആ റിപ്പോർട്ട് ഉണ്ടാക്കിയ തുകകളൊക്കെ ചെറുതൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഈ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ എന്ന് പറയാവുന്നൊക്കെ അന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ, സുദീർഘമായ അങ്ങയുടെ പത്രപ്രവർത്തന കാലത്ത്. അന്വേഷണാത്മക റിപ്പോർട്ട് ഞാൻ കൂടുതലും രാഷ്ട്രീയ, പിന്നെ എന്റെ ബ്യൂറോയിൽ ആളിലൊക്കെ വന്നു. മറ്റേ RS ബാബു വന്നു, ഏഴാച്ചേരി രാമേന്ദ്രൻ വന്നു, അങ്ങനെ നിരവധി ആളുകൾ പിന്നെ ബ്യൂറോയിൽ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ആയപ്പോ പിന്നെ ആ കാര്യങ്ങളിൽ പലരും പലതരത്തിലുള്ള അന്വേഷണാത്മക റിപ്പോർട്ടുകൾ എഴുതുന്ന ആളുകളായി മാറി. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിലും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കണ്ടെത്തി അതിന്റെ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ച് എഴുതുന്നതിലൂടെ ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിരുന്നത്. അന്വേഷണാത്മക റിപ്പോർട്ടൊന്നും ഇന്നത്തെ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല ആ കാലത്ത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലുള്ള റിപ്പോർട്ടുകൾക്കായിരുന്നു അന്ന് പ്രാമുഖ്യം ഉണ്ടായിരുന്നത്, അത് ഈ കള്ളനോട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റും. അതൊക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ അന്വേഷണാത്മക റിപ്പോർട്ട്. ഈ അന്വേഷണാത്മക റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താ, ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ലേ, അല്ലാതെ ലേഖകൻ ഇവിടെ ഇരുന്നുകൊണ്ട് ദ്രവ്യദൃഷ്ടിയെ കാണുന്നതാണോ? ഒന്നുമല്ല, ഇതൊക്കെ ചുമ്മാ പറച്ചിലാണ്. ആരെങ്കിലും ഇതിന്റെ സോഴ്സ് നമുക്ക് തന്നു കഴിയുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ പിന്നെ അന്വേഷിക്കുക. ആ അന്വേഷിക്കുക എന്നുള്ളതൊരു ശ്രമകരമായ ജോലിയാണ്. ആ ജോലി ചെയ്യാനായിട്ടുള്ള സന്മനസ്സുള്ളവർക്കൊക്കെ ഒരുപാട് അന്വേഷണാത്മക റിപ്പോർട്ടുകൾ കേരളത്തിലെ പത്രത്തിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ അന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. അതേപോലെ EMS പോലെയുള്ള പാർട്ടിയുടെ സമുന്നത നേതാക്കളുമായി മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കൾക്ക് അടുത്ത ബന്ധം ഉണ്ടാകുമല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ അതിലെ ഈ ഓർമ്മിക്കാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലും പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും ഓർമ്മിക്കാവുന്ന എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങളുണ്ടോ? പ്രത്യേക സംഭവം എന്ന് പറയാനായിട്ട് ഞാൻ ഇവരുമൊക്കെ ആയിട്ടുള്ള എൻ്റെ ഒരു ഡീലിങ്സ്, ഞാൻ അവരുടെ സമപ്രവർത്തകർ എന്നുള്ള നിലയിലോ സഹപ്രവർത്തകർ എന്നുള്ള നിലയിലല്ല, അവരോടൊക്കെയുള്ളൊരു ബഹുമാനം നിലനിർത്തിക്കൊണ്ടൊരു പരിധി വെച്ചുകൊണ്ടാണ് ഞാൻ അവരോടെല്ലാം പെരുമാറിയത്. എല്ലാവരോടും. അതിപ്പോ EMS ആയാലും കൊള്ളാം, AKG ആയാലും കൊള്ളാം. AKG ഇവിടെ 3 മാസം എന്നോടൊപ്പം വന്ന് ഈ ദേശാഭിമാനി ആഫീസിൽ താമസിച്ചു, കുടുംബസമേതം. അദ്ദേഹത്തിന് അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഈ പാർട്ടിയുടെ ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ചോളണം. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ, അതായത് പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ താമസിപ്പിക്കാതെ തിരുവനന്തപുരം പോലുള്ള ഒരു ക്ലീൻ സിറ്റി, എന്നത് ക്ലീൻ സിറ്റി തന്നെയാണ് സത്യം, ഇവിടെ താമസിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ഇവിടെ AKGയും കുടുംബത്തെ താമസിപ്പിക്കാൻ പാർട്ടിക്ക് കെൽപ്പില്ലെന്ന്
അവസാനം ഞാൻ സിംഗിളാണ്. ശാന്തിനഗറിൽ 28 നമ്പർ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ കൂടെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചു. എനിക്ക് 3 മാസം ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടി അവരുടെ ചെലവിൽ. അതൊരു സത്യമാണ്. അത് അടിയന്തരാവസ്ഥ കാലത്താണോ അതോ അതിനു മുമ്പോ? അടിയന്തരാവസ്ഥ കാലത്തല്ല, അല്ല അതിനു മുമ്പാണ് ആയിരിക്കും അല്ലേ? അതിനു മുമ്പാണ്. അന്ന് ഇന്ദിരാഗാന്ധിയൊക്കെ വിളിക്കും ദശാമാനിലേക്ക്. ഇന്ദിരാഗാന്ധി എന്ന് മറ്റേ പ്രധാനമന്ത്രിയാണ്. ഇന്നൊരു AKG പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ രോഗവിവരങ്ങൾ അറിയാനായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം അങ്ങനെ അന്നത്തെ ഒരു അല്ലെ കാലം എത്രയോ മുന്നോട്ട് പോയില്ല. അന്നത്തെ കാലം അതാണ്. അപ്പൊ ഞാൻ പറയാം, EMS മരിച്ചു കിടക്കുമ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലെ കിടത്തിയിരിക്കും. ഫോൺ വിളി മൊബൈലിൽ ഇന്ത്യയുടെ അടൽ ബിഹാരി അദ്വാനി, LK അദ്വാനി വിളിക്കുന്നത് എന്റെ ഫോണിലാണ്. EMSന്റെ മറ്റേ ശവസംസ്കാര കർമ്മം എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്റെ മൊബൈൽ ഫോണിലാണ് അന്ന് അടൽ ബിഹാരി LK അദ്വാനിക്ക് വേണ്ടി LK അദ്വാനിയുടെ ഫോണിൽ നിന്ന് വിളിക്കും. ഞാൻ ഉടനെ തന്നെ SRP ഉണ്ടായിരുന്നു, SRPയുടെ കയ്യിൽ കൊടുത്തത് ഇങ്ങനെ ഇന്നയാളാണ് വിളിക്കുന്നത്, വിവരങ്ങൾ SRP പറഞ്ഞു കൊടുത്തു. SRP എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതെ അതെ, രാമേന്ദ്രപിള്ള. അപ്പൊ അത് അങ്ങനെ ഒരു കാലം അല്ലേ അത്? ഒരു കാലം. സർ, ഇതുപോലെ അങ്ങക്ക് ആന്റണി ആയിട്ടും വയലാർ രവി ആയിട്ടും അതുപോലെ R ബാലകൃഷ്ണ പിള്ള, TH മുസ്തഫ, ഇങ്ങനെ അന്നത്തെ കുറെ നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയായിരുന്നു, പറഞ്ഞുതരാം. അല്ല, അപ്പൊ ഈ പിന്നെ ഹേമലത ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങ് ബാലകൃഷ്ണപിള്ള അറസ്റ്റ് കാര്യം പറഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെട്ട ബാലകൃഷ്ണപിള്ളയെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അച്യുതമേനോൻ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാക്കിയില്ലേ? അതിന് താങ്കൾക്ക് ഓർമ്മയില്ലേ ആ സംഭവങ്ങൾ? എല്ലാ രാഷ്ട്രീയവും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ രാഷ്ട്രീയത്തിലെയും മറ്റേ തരികിട കളിയെ കുറിച്ചും ഒക്കെ അതിന്റെ ഇന്നർ ഡ്രാമകളും ഒക്കെ എനിക്ക് കുറേയൊക്കെ അറിയാം. ഞാനിതൊന്നും പത്രത്തിൽ എഴുതിയിട്ടില്ല. കാരണം ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ ആ ഒരു പരിധിക്കും അതിന്റെ വിശാലതയ്ക്കും അപ്പുറത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും എനിക്കറിയാം. ഞാനതൊന്നും വിളിച്ചു പറയാൻ പോയിട്ടില്ല. ഞാൻ പാർട്ടിക്കെതിരായിട്ട് പറയാനും പോയിട്ടില്ല. അതുകൊണ്ട് പല കാര്യങ്ങളും എൻ്റെ ഉള്ളിലിരിക്കുകയാണ്. എനിക്കറിയാം ആരൊക്കെ എന്തൊക്കെയാണെന്ന്, എന്തെല്ലാമാണ് ആളുകൾ ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരും വന്ന വഴി അറിയാം, പോയ വഴിയും ഇപ്പൊ ജീവിക്കുന്ന വഴിയും ഒക്കെ എനിക്കറിയാം. കുറെ ആളുകൾ, എല്ലാവരുടെയും അല്ല കേട്ടോ. പുതിയ തലമുറയിൽ അത്രയൊന്നും ഞാനിപ്പോ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് തന്നെ വർഷങ്ങളായി. അപ്പൊ അതുകൊണ്ടുള്ള ഒരു കുറവുള്ള അന്നത്തെ കാലത്തൊക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം. R ബാലകൃഷ്ണപിള്ള, ഞാൻ പറയാം, അദ്ദേഹം കരഞ്ഞു അവസാനം ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ കിടക്കുമ്പോ കാണാൻ പോയിരുന്നു ഞാൻ, ജയിലിൽ കിടക്കുമ്പോ. അപ്പൊ പുള്ളി അവര് മാല ഊരണമെന്നിട്ടേ പറഞ്ഞു, കഴുത്തേ കിടന്നില്ല സ്വർണമാല. ബാലകൃഷ്ണപിള്ള പൊട്ടിക്കരഞ്ഞ്, ഇതില്ല, ഞാനിത് ഊരില്ല, എന്റെ കുടുംബം അമ്മ ഇട്ടതാണെന്ന് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം അവസാനം കരഞ്ഞു പിടിച്ച് അവരുമായിട്ട് സൗഹൃദത്തിലായി. അത് എമർജൻസിക്കെതിരായി ജാഥ നടത്തിയ ആളാണ്. ആ കേരള കോൺഗ്രസ് അതിനകത്ത് നിന്ന് മാറി ഇപ്പുറത്ത് വന്നപ്പോഴേക്കും ബാലകൃഷ്ണപിള്ള മന്ത്രിയായിട്ട് ബാലകൃഷ്ണപിള്ള ഒരു ഉപകാരം ചെയ്ത് കേട്ടോ. അന്ന് ഞങ്ങളുടെ ആളുകൾ അപ്പൊ എമർജൻസിയിൽ ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ, ഇന്നൊരു എമർജൻസിയിലായിരുന്നല്ലോ ജയിലിൽ പോയി. ഞങ്ങളുടെ ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ആളുകൾക്ക് എല്ലാവർക്കും അതിപ്പോ ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല. ഇതൊക്കെ പറയും രാഷ്ട്രീയത്തിൽ ഭയങ്കരമായി സഫർ ചെയ്തു മറിച്ചതെന്നൊക്കെ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി പറയാമെങ്കിലും ജയിലിൽ കിടക്കുന്നത് ഒരു ദുരന്തമായ ജീവിതം തന്നെയായിരുന്നു ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവർക്കൊക്കെ. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിലേക്ക് വരിക, അതിന് മറ്റേ അതിന് പറയുന്നത് ഇടക്കിടക്ക് പരോളിൽ ഇറങ്ങി. അപ്പൊ ഇങ്ങനെ ജയിലിൽ നിന്നും നിരന്തരം വിളിയാണ് തന്നെ, പരോള് വേണം, മറ്റവരോട് പറയാ, ഇവരോട് പറയാ. പല ജില്ലാ കമ്മിറ്റികളിലുള്ള ആളുകൾ ഇങ്ങോട്ട് വിളിച്ച് പറയുക. അവൻ ബാലകൃഷ്ണപിള്ളയാണ് മന്ത്രി.
ഉം. ബാലകൃഷ്ണനുള്ള മന്ത്രി ആയതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ബാലകൃഷ്ണൻ ശക്തി നീ എപ്പോ വേണമെങ്കിലും പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും പരോള് ഞാൻ തന്നോളാം, ഇദ്ദേഹമാണ് ജയിൽ വകുപ്പ് മന്ത്രി. അങ്ങനെ നിരന്തരം പരോൾ പെറ്റീഷൻ കൊടുക്കലായിരുന്നു എന്റെ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എമർജൻസി കാലത്ത് അത് അന്തസ്സുള്ള 2 പേരും അന്ന് ജയിലിലുണ്ടായിരുന്നു. ഉം. പരോള് കെഞ്ചി അവരുടെ പുറകെ നടന്നിട്ടോ അവർക്ക് പരോള് വേണ്ട എന്ന് പറഞ്ഞ 2 പേര്. അതിലൊന്ന് ഉം. എന്റെ KSYF-ന്റെ നേതാവായിരുന്ന എസ് രാമേന്ദ്രൻ പിള്ള. ഉം. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനിയൻ ഇവിടെ വന്ന് എന്നോട് കെഞ്ചി പറഞ്ഞു, ഒന്ന് ചേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് ആ കുട്ടിയെ ഒന്ന് വന്ന് കണ്ടേച്ച് പോവാം. SRP ഇറങ്ങിയില്ല, പോയില്ല. ഉം. ഉം. മറ്റൊന്ന് K ചന്ദ്രശേഖരൻ, അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. ഉം. അദ്ദേഹം മന്ത്രിയായിരുന്നു, ഉം. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതെ. ആ ചന്ദ്രശേഖരനും പരോള് കൊടുത്തിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഉം. അങ്ങനെ 2 പേര് മാത്രമാണ് ഞാൻ പരോളിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞ് ജയിലിൽ തന്നെ എമർജൻസി കഴിയുന്നത് വരെ തുടർന്ന 2 പേര്. ചന്ദ്രശേഖരനെ പിന്നീട് കണ്ണൂരേക്ക് കൊണ്ടുപോയി അല്ലേ? ഇവിടെ നിന്ന് ഉം. കണ്ണൂരേക്ക് കൊണ്ടുപോയി. ഉം. ഉം. അങ്ങനെയായിരുന്നു ആ. എമർജൻസി കാലം. ഇതൊക്കെ ഇതെല്ലാം തമാശ. രാഷ്ട്രീയത്തിൽ ഒരുപാട് തമാശകളും അതിൽപ്പെടുന്നതാണ് ഇതൊക്കെ. അല്ലെങ്കിൽ എമർജൻസിയിൽ ജയിലിൽ പോയ ബാലകൃഷ്ണപിള്ള പിന്നെ ജയിൽ മന്ത്രിയായി. അതേ എമർജൻസിയിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എന്താ പറയുക നമ്മള്. പക്ഷെ ഈ ഒരു അതെ, അതെ. സൗജന്യം അദ്ദേഹം കാണിച്ചു കേട്ടോ. അങ്ങനെ അത് അതെ. വേണം എന്ന ആഗ്രഹമുള്ളവർക്കും ആവശ്യമുള്ളവർക്കും ഒക്കെ നിർബാധം അദ്ദേഹം പരോള് കൊടുത്തുകൊണ്ടിരിക്കും. അതില്ലെന്ന് ഞാൻ പറയും. അതുപോലെ അപ്പൊ സർ, ഈ അങ്ങ് അടുത്ത പ്രവർത്തിച്ച ഒരു ബന്ധുക്കൾക്ക് കാലം പുലർത്തി സർ, പറയാം. അങ്ങ് വളരെ പ്രവർത്തിച്ച ഒരു കാലത്ത് ഈ മന്ത്രിമാരായിരുന്നാലും ജില്ലാ കളക്ടർമാരും എല്ലാവരും പത്രക്കാരുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം പുലർത്തിയിരുന്നല്ലോ ആ ഒരു കാലത്ത്. അപ്പോ അങ്ങനെയുള്ള അനുഭവങ്ങള് പറയാമോ? കാരണം ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ജനവികാരം എന്താണെന്ന് അറിയുന്നതിനും ഒക്കെ ആയിട്ട് പത്രക്കാരെ തന്നെയാണ് നേരിട്ട് സമീപിച്ചിരുന്നത്. ഇന്നത്തെ ഒരു അതെ അതെ രീതിയിലല്ലല്ലോ. അതൊരു അപ്പൊ ശരിയാണ്. അതൊരു അങ്ങനെയുള്ള ശരിയായ വസ്തുത. സംഭവങ്ങള് ഇന്നും ചെറിയ തോതിലാണെങ്കിലും ഇന്നും അതൊക്കെ തുടരുന്നുണ്ട്. പക്ഷെ ഇന്ന് അതൊരു ഈ പറഞ്ഞ പത്രസമൂഹം ഉണ്ടല്ലോ, പ്രവർത്തകര്, അവർക്ക് ഒരു വലിയ ബലം നമ്മുടെ രാജ്യത്തുണ്ടായി ഒരു കാലത്ത്. ഇന്നത് മുഴുവനായി ചോർന്നു പോയി എന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിനൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആർക്ക് എന്ത് തോന്നിയാലും എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ അവരുമായിട്ടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. മറ്റേ പത്രമാധ്യമ രംഗത്തായാലും അതുപോലെ തന്നെ മറ്റേ ശാസ്ത്ര മേഖലയിലായാലും ഏത് മേഖലയിലും ഉണ്ടായിട്ടുള്ള കഴിവ് മറ്റേ വികാസത്തിന്റെ ഫലമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഗണിച്ചെടുക്കാൻ കഴിവുള്ള ഒന്നാന്തരം കളക്ടർമാരും അതുപോലെ തന്നെ പത്രപ്രവർത്തകരെക്കാൾ അന്വേഷണാത്മക ബുദ്ധിയുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇന്ന് തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു വലിയ സമൂഹമായും ഒരു സമുദായമായും സമൂഹമായും നമ്മുടെ ജനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ പത്രക്കാരുടെ ഒന്നും അഭിപ്രായം പഴയതുപോലെ വിലമതിക്കേണ്ട കാര്യം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇന്നില്ല. ആ കാലത്ത് അത് ഉണ്ടായിരുന്നു. അവരത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അവരത് നല്ലപോലെ പത്രക്കാരുമായിട്ട് ആലോചിച്ചിട്ടാണ് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുക എന്നുള്ളതൊക്കെ ഒരു വസ്തുതയായിരുന്നു എന്ന് മാത്രമേ ഞാനതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തൂ. അപ്പം ഞാൻ അനുബന്ധമായ ഒരു കാര്യം ചോദിക്കാം. നല്ല ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മുതൽ പത്രം വായിച്ചു തുടങ്ങി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയ താല്പര്യമൊക്കെ കാരണം ഈ പത്രങ്ങളിൽ അന്ന് വായിച്ചിരുന്ന പത്രങ്ങൾ, കേരളം വായിച്ചിരുന്നു, ദേശാഭിമാനി വായിച്ചിരുന്നു. ഈ പത്രങ്ങളിലൊക്കെ വരുന്ന രാഷ്ട്രീയ അപഗ്രഥന റിപ്പോർട്ടുകൾ വളരെ ഗൗരവതരമായി വായിക്കുമായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, നാട്ടിലുള്ള ആൾക്കാർ മുഴുവനും. ഇപ്പോഴും രാഷ്ട്രീയ അപഗ്രഥന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ അത് വായിക്കപ്പെടുന്നുണ്ടോ? വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഈ പഴയ പോലെ അത് അഭിപ്രായ രൂപവൽക്കരണത്തെ സ്വാധീനിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. എനിക്കതിനകത്ത് മടിയുമില്ല, സംശയവുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് ഒരുപാട് വികസിതം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് വിപുലീകരിക്കപ്പെട്ട് കഴിഞ്ഞു. എന്ത് കാര്യങ്ങളും ഇൻഫർമേഷൻ വിരൽത്തുമ്പിൽ കിട്ടാവുന്ന ഒരു അവസ്ഥയിലല്ലേ നമ്മൾ ജീവിക്കുന്നതെന്ന്. പണ്ടങ്ങനെയാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു വിലയുണ്ടായിരുന്നു, പത്രങ്ങൾക്കൊരു വിലയുണ്ടായിരുന്നു, പത്രത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊരു മാന്യതയുണ്ടായിരുന്നു, വിലയുണ്ടായിരുന്നു.
ആ ഒരു ഇത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ആരുടെയും കുറ്റം കൊണ്ടല്ല. വളർച്ചയുടെ ഒരു വലിയ പടവിൽ നമ്മൾ എത്തിയിരിക്കുന്നത് കൊണ്ട് ഈ വക മേഖലകളിൽ പഴയ പോലുള്ള ഒരു അപഗ്രഥനമോ പഴയ രീതിയിലുള്ള ഒരു വിലയിരുത്തലോ ഒക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമൊന്നും ഇന്ന് ജനങ്ങൾക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിട്ടുള്ളൊരു കുറവായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇന്നിപ്പോ ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ തന്നെ ടി വിയിൽ കാണാമല്ലോ നമുക്ക്. മറ്റേത് അങ്ങനെയാണ്, പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് വേണ്ടി അറിയാനായിട്ട്. ഇപ്പൊ 2:30 മണിക്ക് നടന്ന വയനാട്ടിലെ സംഭവം നേരം വെളുക്കുന്നതിന് മുമ്പ് ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? അതൊക്കെയാണ് ആ ഒരു വളർച്ചയുടെയൊക്കെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ചില ച്യുതികൾ പത്രമേഖലകളിൽ, പത്രവ്യവസായ മേഖലയിൽ, പ്രവർത്തന മേഖലയിൽ, മറ്റ് മാധ്യമ മേഖലയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ മറ്റേ പത്രപ്രവർത്തന തൊഴിലിന്റെ മികവ് പോയത് കൊണ്ടല്ല. നമ്മുടെ മികവ് വേറെ മേഖലകളിൽ കവർന്നെടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശരിയാണ് സർ. ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ആണല്ലോ ഇപ്പോ കൂടുതലായിട്ടും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. അത് പലപ്പോഴും അത് മിസ്ഇൻഫർമേഷൻ ആയി പോകുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക പൊതുവെ ഉണ്ടല്ലോ. അപ്പൊ അത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തരം സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ, എല്ലാവരും അഭിപ്രായപ്പെടുന്നത് പോലെ തന്നെ ആ അഭിപ്രായം എനിക്കുമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ പലതും തെറ്റായി ആളുകളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഒക്കെ കൊണ്ടുപോകുന്ന, സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളും അവരുടെ ഇൻഫർമേഷൻസുകളും ഒക്കെ മാറി മറിയുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ നിയമനിർമ്മാണം ഗവൺമെന്റാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾ പറഞ്ഞുകൊണ്ട് നിയമനിർമ്മാണമാകുമോ? അത് നോക്കി മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ട ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ ആ കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തലുകളും നിഗമനങ്ങളിലും എത്തിച്ചേരേണ്ടതായി. അതെ, സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ നമ്മളത് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണെന്നുള്ളൊരു വാദവും ഉണ്ടല്ലോ. അതായത് ഇതിനെ നിയന്ത്രിക്കാൻ പോകുമ്പോ പത്രസ്വാതന്ത്ര്യത്തിനെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ആശങ്കയും പൊതുവെ പങ്കുവെക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതും ഇല്ലാതെയില്ല. പത്രസ്വാതന്ത്ര്യത്തെ നിഹരിക്കുന്ന പല നീക്കങ്ങളും പലരുടെയും ഭാഗങ്ങളിൽ നിന്ന്, അതിൽ ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടി പറയും, ഉണ്ടാകാറുണ്ട്. അതിനെ ശക്തമായി എതിർക്കാനായിട്ടുള്ള ചങ്കൂറ്റം ആ അഭിപ്രായത്തോട് യോജിപ്പില്ലാത്ത ആളുകൾ പ്രകടിപ്പിക്കുകയും വേണം. അല്ലാതെ പോയി സറണ്ടർ ചെയ്യല്ല വേണം. അത്രേ ഉള്ളത്. അത് ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല, പല കാരണങ്ങളാൽ. ആ കാരണങ്ങൾ എന്താണെന്നൊന്നും എന്നോട് ചോദിക്കുന്നു, അതിന് ഞാൻ മറുപടിയും പറയില്ല. ജേർണലിസത്തിന്റെ ഈ പ്രൊഫഷണലിസം കുറെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അത് സിറ്റിസൺ ജേർണലിസം എന്നുള്ള ഒരു ഏർപ്പാട് വന്നതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോ പ്രൊഫഷണൽ ആയിട്ട് കൃത്യമായിട്ട് അറിഞ്ഞ് ശേഖരിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നതിന് പകരം ആർക്കെങ്കിലും തോന്നുന്ന പടി വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണല്ലോ ഉള്ളത്. അതെ, അത് തെറ്റായ സ്ഥിതിയാണ്. ആ സ്ഥിതി മാറ്റണം. അതിന് വെറുതെ നിന്ന് മാറ്റാൻ നിന്നാൽ ആരും നിന്ന് കൊടുക്കുകയൊന്നുമില്ല. അവരവരുടെ തൊഴിലുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകും. അവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടികൾ എടുത്ത് അതൊരു മാതൃകയായ സമൂഹത്തിൽ മാറ്റത്തക്ക രീതിയിലുള്ള നടപടികളിലേക്ക് അധികാരികൾ പോയാൽ കുറെയൊക്കെ മാറ്റം വരും. മുഴുവൻ മാറ്റം വരുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അത് വേറെ രൂപത്തിൽ വരും. അത്രയേ ഉള്ളൂ. സാറേ, ഈ പാർട്ടി പത്രങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പ്രസക്തി എന്താണ്? കാര്യം എല്ലാ ഇന്റർനെറ്റ് മാധ്യമങ്ങളിലും ഇപ്പൊ പാർട്ടി പത്രങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നത് പോലുള്ള ഒരു റിജിഡിറ്റി ആ കാര്യങ്ങളില്ല. പാർട്ടി പത്രം പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാലത്ത് പാർട്ടി വാർത്തകളില്ലാതെ വേറെ ഒന്നും ദേശാമല്ലി അച്ചടിച്ച് വന്നാൽ ഉടനെ അതിനെതിരായിട്ട് പാർട്ടിക്ക് ഈ പാർട്ടി നിലനിർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ വിളി വരും. ഇന്നിപ്പോ അതൊന്നുമില്ല, അത്രയൊന്നുമില്ല. കാരണം ഇവരെത്ര കണ്ട് പാർട്ടി പത്രമാക്കാൻ ശ്രമിച്ചാൽ അത് പാർട്ടി പത്രമൊന്നും ആകാൻ പോണില്ല എന്നുള്ളത് അവർ ഏറെ കുറെയൊക്കെ തിരിച്ചറിഞ്ഞ, പക്ഷെ അത് സമ്മതിക്കാൻ തയ്യാറായില്ല. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും. അല്ല, പാർട്ടിക്കാർ തമാശയായിട്ട് പറയുന്നെങ്കിൽ താങ്കൾ ക്ഷമിക്കണം. കാര്യം പാർട്ടിക്കാർ വായിക്കുന്ന പത്രം പാർട്ടി പത്രമല്ല, പുറത്തുള്ള പത്രമാണ് എന്ന് പൊതുവിലൊരു ധാരണ ഉണ്ടല്ലോ. ശരിയല്ലേ അത്? അല്ല, അത് ഞാനത് അതിനകത്തൊക്കെ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പലതും ഉണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നത് ശരിയല്ല. പാർട്ടിക്കാർ പാർട്ടി പത്രം വായിക്കണം. ഇപ്പൊ എനിക്കറിയാം ഈ പാർട്ടി പത്രം, ഇപ്പൊ നിങ്ങൾ ചിരിച്ചുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. കാരണം ഞങ്ങൾ നിർബന്ധപൂർവ്വം പത്രം എടുപ്പിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം രാജ്യത്താകെ ഉണ്ട്.
അത് ശരിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഞങ്ങളുടെ ഒരു ക്യാമ്പയിനാണത്. ഞങ്ങളുടെ രാഷ്ട്രീയ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ മറ്റേ ആയുധം എന്ന് പറയുന്നത് പത്രമാണ്. അതിപ്പോ പറയുന്നതല്ല, EMS അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യങ്ങളിൽ പാർട്ടി പത്രത്തിൻ്റെതായിട്ടുള്ള പങ്ക് ഒരു തരത്തിലും ഇടിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ അതിൽ മാത്രമായി ഇന്ന് പാർട്ടി പത്രങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ ഫലമാണ്. അത് ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറായിട്ടുണ്ടെന്നാണല്ലോ പാർട്ടിയുടെ എല്ലാ സംഭവവികാസങ്ങളിൽ നിന്നും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ വയനാട് ഇത്രയും വലിയ സംവിധാനം ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ട് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഏറ്റവും വലിയ ബഹുജന സംഘടനകളുള്ള പ്രസ്ഥാനത്തിന്റെ പത്രത്തിന് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ല കേരളത്തിലെ? അല്ല, അതിനുള്ള ശ്രമം ഇപ്പോഴും നടത്തുന്നുണ്ട്. കഴിയുമോ കഴിയില്ല എന്നുള്ളതല്ല. ഞാൻ പറയാം, ഈ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ പത്രം മറ്റേ അവിടുത്തെ ജപ്പാനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ കമ്മ്യൂണിസം ഉണ്ടോ? അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ പത്രം ഉണ്ടായിരുന്ന പ്രവതയില്ലേ? അത് എവിടെ കിടക്കണ പ്രവതയും പ്രവത താങ്ങി നിർത്തിയ സോവിയറ്റ് യൂണിയനും. നമ്മൾ വെറുതെ ഈ പൊട്ടം കളിച്ചിട്ട് വല്ല കാര്യം? യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങളൊക്കെ അതിൽ ആ യാഥാർത്ഥ്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പ്രസ്ഥാനത്തെ വളർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അത് നടത്തുന്നിടത്ത് മാത്രമേ പ്രസ്ഥാനം നിൽക്കൂ, അല്ലാത്തടത്തൊക്കെ പോകും. അത്രയേ ഉള്ളൂ. സർ, അത് പ്രസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. ഇപ്പൊ പൊതുവെ പത്രങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഒരു ഭീഷണിയിലല്ലേ. ഇപ്പോ പാർട്ടി പത്രത്തിന്റെ കാര്യം പറഞ്ഞതിൽ ഉപരിയായിട്ട് മറ്റ് പൊതുപത്രങ്ങളെല്ലാം വലിയ ഭീഷണിയെ നേരിടുകയല്ലേ, അച്ചടി മാധ്യമങ്ങൾ പൊതുവെ. അച്ചടി മാധ്യമങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളുടെയൊക്കെ എണ്ണം കുറഞ്ഞ് പറയുന്ന പത്രങ്ങളുടെ എണ്ണമൊന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ അത് ദേശാമായി പറയുന്നത് മാത്രമേ വിശ്വസിക്കാൻ. ബാക്കിയുള്ളതൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചൊവ്വേ നേരെ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത പല പത്രസ്ഥാപനങ്ങളും ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവര് പക്ഷേ ഇതിന്റെ ആ ഒരു ചരിസ്മയിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണ്. അത് അവരുടെ മാത്രം തെറ്റുകൊണ്ടല്ല. നിങ്ങളിവിടെ സൂചിപ്പിച്ച നിങ്ങളുടെ ഇത്തരം ചോദ്യങ്ങളിലേക്ക് നയിക്കുന്ന ഒരുപാട് സംശയങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ചുറ്റുപാടും കാണുന്നത് കൊണ്ടാണ്. ആ ചുറ്റുപാടും കാണുന്ന സംശയങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും നമ്മുടെ രാജ്യത്തെയും ജനത്തെയും മോചിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ചിടത്തോളം പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കൂലങ്കഷമായ ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടത്തി അതിന് പരിഹാരം കാണാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ അതിനകത്തൊരു മോചനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പത്രസ്ഥാപനങ്ങൾ പലതും ഇപ്പൊ നിങ്ങൾ സംശയിക്കുന്നത് പോലെ തന്നെ ഭാവിയിൽ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് ഒരു തർക്കമറ്റ കാര്യമാണ്. ഇത് പാർട്ടി പത്രമായതുകൊണ്ട് ഇത് എങ്ങനെയും നിലനിർത്തുക എന്നുള്ളത് പാർട്ടിയുടെ കൂടിയൊരു ആവശ്യമായതുകൊണ്ട് പാർട്ടി ഉള്ളിടത്തോളം കാലം ഈ പത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അതുപോലെ മറ്റുള്ളവർക്ക് കഴിയില്ല. ഇൻഡിവിജ്വൽ പക്ഷേ സാറേ, ഇത് ദേശാഭിമാനിയെ അല്ലെങ്കിൽ പാർട്ടി പത്രങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. ഒരു പുതിയ തലമുറ പത്രങ്ങൾ വായിക്കുന്നതിൽ അച്ചടി മാധ്യമങ്ങളിലേക്കുള്ള അവരുടെ ഒരു താല്പര്യം കുറഞ്ഞു. ടെലിവിഷൻ ചാനലുകൾ പോലും കാണുന്നില്ല. അങ്ങനെയൊക്കെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഭാവി എന്തായിരിക്കും? 100% സത്യമാണ്. പത്രം വായന കുറഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ പറയാം, ഞാൻ ഇപ്പൊ ഇവിടെ ഡെയിലി ഒരു 6-7 പത്രം വായിക്കും. അതിൽ പലതും തലക്കെട്ട് നോക്കി കളയുന്നു. കാര്യമായി 3-4 പത്രം വായിക്കും, വാർത്തകൾ അറിയാനും അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാനും. ഇത് മറ്റുള്ളവർക്ക് ഇതിന് വല്ല താല്പര്യമുണ്ടോ? പത്രം തിരിഞ്ഞു നോക്കാത്ത, ഇപ്പൊ വലിയ സർക്കുലേഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പത്രങ്ങളിലെ അവരുടെ പൂമുഖത്ത് ഇങ്ങനെ പത്ര വിതരണക്കാരെ എറിഞ്ഞേച്ച് പോയാൽ അത് വൈകുന്നേരം വരെ അവിടെ കിടക്കും. ഒരു മനുഷ്യൻ കൈകൊണ്ട് തൊടുകയില്ല, അത് തുറന്നു നോക്കുകയില്ല. അങ്ങനത്തെ അവസ്ഥയില്ലേ? ഇപ്പൊ മാത്രമല്ല, നേരത്തെയും ഉണ്ട്. പക്ഷേ പരമ്പരാഗതമായി ചില പത്രങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ ചില പ്രത്യേക കാരണങ്ങളാൽ വേരൂന്നാൻ കഴിഞ്ഞിട്ടുണ്ട്. അവ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകാൻ അവർ അശ്രാന്ത പരിശ്രമം നടത്തുകയാണ്. പുറത്തേക്ക് കാണുന്നതല്ല അതിന്റെ ആന്തരിക രംഗങ്ങളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിന്റെ ഓരത്ത് നിന്ന് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. അവർ പക്ഷെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് പത്രപ്രവർത്തന മേഖലയിലും മാധ്യമ മേഖലയിലും ഇപ്പൊ മാധ്യമങ്ങളിലെ ഇവിടെ ഒരു ചൂടുള്ള സാധനമായിട്ട് മാറിയത്, അതും ഇപ്പോ ഒരു മന്ദതയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വരൂ. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും. ഇനിയും
വാർത്താശേഖരണം എന്നൊക്കെ പറയുന്നത് വലിയ കഴമ്പില്ലാത്തൊരു കാര്യമായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു ചുക്കാനിട്ട് പിടിച്ചു നിർത്താൻ കഴിയുന്ന എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇനി പുതിയ പരിശോധന നടത്തി അതിന് വേണ്ട നയങ്ങൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. അത് പാർട്ടി പത്രങ്ങൾക്കും ഭാവിയിൽ അത് വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർ, ഒരുപാട് സ്കൂപ്പുകൾ ചെയ്തിട്ടുള്ള ആളാണല്ലോ. ഇപ്പോ അങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോറീസിന് അത് ജനം വായിക്കുന്നുണ്ടോ, അത്തരം വാർത്തകൾ? സാറ് ഇല്ല, അതൊക്കെ ഇപ്പൊ ഒരു കാലഘട്ടവും തമാശയായിട്ടാണ് ആളുകൾ കാണുന്നത്. സത്യം, ഞാൻ ഉള്ള സത്യം പറയാം. ഓ അതെന്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ മാറ്റിമറിച്ചു വിടുകയാണ്. ഗൗരവമുള്ള ഒരു ഒരു റിപ്പോർട്ട് വന്നാൽ ആളുകൾ അതിനെ ശ്രദ്ധിക്കും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു റിപ്പോർട്ടിങ്ങിനുള്ള സ്കോപ്പ് നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഈ മറ്റേ വയനാടുണ്ടായ സംഭവം പണ്ടാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നേരം വെളുത്തൊക്കെ അറിയാൻ കഴിയും. അപ്പൊ അതിനു മുമ്പ് തന്നെ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? അതെങ്ങനെ അറിഞ്ഞു? അപ്പൊ പത്രമാധ്യമങ്ങളുടെയൊക്കെ പ്രസക്തി എന്ന് പറയുന്നത് പഴയതിനേക്കാൾ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ ഈ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും എന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ കൊണ്ട് മാത്രമേ ഇതിനെ നിലനിർത്താൻ കഴിയുള്ളൂ. ആളുകളുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ജിജ്ഞാസ, പത്രം വായിക്കണം എന്നുള്ളൊരു തോന്നൽ അതുണ്ടാക്കിയെടുക്കാൻ. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ പുതിയ തലമുറ പത്രം വായിക്കുന്നില്ല എന്നുള്ള സത്യം. വായിക്കുന്നില്ല അതിന് എന്ന് കാരണം മാത്രമല്ല, അതിന് കാരണം ഇപ്പോ കുട്ടികൾക്ക് അക്ഷരം അറിയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ മലയാളം നിർബന്ധമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം പോലും ഇല്ല. മാത്രമല്ല, നമ്മളുടെ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇവിടുന്ന് നാടെങ്ങനെ വിടാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാരന്റ്സും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. മലയാള ഭാഷയെ നിലനിർത്താൻ നിർബന്ധമൊന്നുമില്ല ആർക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് മലയാളത്തിൽ ഇറങ്ങുന്ന നമ്മളുടെ പ്രാദേശിക പത്രങ്ങളുടെ നിലനിൽപ്പ് വലിയ ഭീഷണിയിൽ തന്നെയല്ലേ? അതേ, അതാണല്ല ഞാൻ പറഞ്ഞത്. ഭീഷണിയെ നേരിടുകയാണ്. നിസ്സാര ഭീഷണിയൊന്നും അല്ല. ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ലേ, വീടുകളിൽ കുട്ടികൾ പത്രം വായിക്കുന്നില്ല. അവർക്ക് ഇതെല്ലാം ഇപ്പൊ കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും ഈ മൊബൈൽ ഉണ്ട്. അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ തന്നെ അവരുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ചെയ് അത് ചെയ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ വന്നു കഴിയുമ്പോഴേക്കും പത്രവായനയിലുള്ള ടേസ്റ്റ് സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരികയുള്ളൂ, കൂടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രിന്റഡ് മീഡിയ മറ്റേതൊരു കാലത്തേക്കാളും ക്രൂരമായ ശക്തമായ വെല്ലുവിളിയെ നേരിടുകയാണ്. അതിപ്പോ ആരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റത്തിന്റെയും വളർച്ചയുടെയും എല്ലാം ഫലമായി പ്രത്യാഘാതങ്ങളാണ്. ഈ പ്രത്യാഘാതങ്ങൾ എല്ലാ മേഖലയിലും ഭാവിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിനെ മാത്രമായിട്ട് രക്ഷിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല എന്നാണ് ആധുനിക ചിന്തയിൽ എന്റെ വിലയിരുത്തൽ. സർ, ഓൺലൈൻ പത്രങ്ങൾ നോക്കാറുണ്ടോ? സാർ ഓൺലൈനിലെ പത്രങ്ങൾ വായിക്കാറുണ്ടോ? അതോ അച്ചടിച്ചിട്ടില്ല വായിക്കാറില്ല? അച്ചടി ഞാൻ അച്ചടി മാധ്യമങ്ങളാണ് വായിക്കുന്നത് ഇപ്പോഴും. എനിക്ക് അതിലെ ആദ്യം വായിക്കുന്ന പത്രം ദേശാഭിമാനി തന്നെ ആയിരിക്കുമല്ലോ. രണ്ടാമത് വായിക്കുന്ന പത്രം ഏതാണ്? ഞാൻ ആദ്യം മനോരമ വായിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് മാതൃഭൂമി, ഇങ്ങനെയൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കേരളകൗമുദി, ഇങ്ങനെയൊക്കെ കിട്ടുന്ന പത്രങ്ങളെല്ലാം നോക്കും. പത്രങ്ങളോട് എനിക്ക് വിവേചനമൊന്നുമില്ല, എല്ലാം ഒരേപോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. വാർത്തകൾ ഉണ്ടാവണം. വാർത്തകൾ കൊടുക്കുന്ന കാര്യത്തിൽ പത്രങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞ പാർട്ടി പത്രം ഒരുപാട് മാറിയെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം അതാണ്. ആളുകളുടെ ടേസ്റ്റ് മാറുന്നതിനോടൊപ്പം പാർട്ടിയും മാറിയില്ലെങ്കിൽ പാർട്ടി പത്രത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പാർട്ടി പത്രത്തിൽ പണ്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് ജനവിഭാഗങ്ങളുടെയും മറ്റ് പാർട്ടികളുടെയും മറ്റ് നേതാക്കന്മാരുടെയും എല്ലാം അഭിപ്രായങ്ങളും പ്രസ്താവനകളും വാർത്തകളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റത്തിന്റെ ഒരു ഭാഗമാണ്. പരസ്യമായി അങ്ങ് പ്രകടിപ്പിക്കില്ലെങ്കിലും രഹസ്യമായി അത് ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ ഇനി കഴിയൂ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പുതിയ ലോകം. അപ്പൊ ഈ സുദീർഘമായ
ഓക്കെ, സർ, ഒരു സുദീർഘമായ കാര്യം കൂടി, വികസന വാർത്തകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. പക്ഷെ ഈ ആ വികസനത്തിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളിൽ വന്നു കാണുന്നില്ല. കാരണം വികസനത്തിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതില് ദുരിതം അനുഭവിക്കുന്ന ഇപ്പൊ കോടതികൾ പോലും വികസനാത്മകമായിട്ടുള്ള വാർത്തകൾ പിന്നെ അതിന്റെ ഇതിൽ കൈകടത്താറില്ല. അത് പിന്നെ ജനങ്ങളുടെ വികസനം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. പക്ഷെ വാസ്തവത്തിൽ അത്തരം വാർത്തകൾ എല്ലാ ജനങ്ങൾക്കും അവരുടെ ഒരു സൗഖ്യം തന്നെയാണോ കൊണ്ടുവരുന്നത്, അതോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ? അല്ല, ഈ മാധ്യമങ്ങള് വികസന വാർത്തകൾ കൊടുക്കുന്നില്ല എന്നുള്ള അഭിപ്രായത്തോട് പൂർണ്ണമായി എനിക്ക് യോജിപ്പില്ല. വികസന വാർത്തകളൊക്കെ കൊടുക്കുന്നു. പക്ഷേ എന്ത് വികസനം? അതായത് വികസനം മൂലം സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടാവും, അല്ലെങ്കിൽ സമൂഹത്തിൽ അത് എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നതിനെ കുറിച്ചുള്ള സത്യസന്ധമായ ഒരു കണ്ടെത്തലും വിലയിരുത്തലും നടത്താനായിട്ട് നമ്മുടെ പത്രലോകം വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല ഈ കാലത്ത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടകരമാണ്. ഇപ്പൊ ഓരോ പുതിയ ആശയം വരും, കെ റെയിലായാലും മറ്റേ മെട്രോ ട്രെയിൻ ആയാലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും അതെന്താണ് എന്ന് വിലയിരുത്തി അതിനെതിരായിട്ടുള്ളൊരു മറ്റേ മാസ് ക്യാമ്പയിൻ വളർത്തിക്കൊണ്ടുവരുന്നതിന് പത്രങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട്. പത്രങ്ങൾക്ക് അതിന് കഴിയണം. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പത്രങ്ങളും മാറി, സമൂഹവും മാറി. അതാണ് ഇന്നിപ്പോ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആലോചനകളും പുനരാലോചനകളുമാണ് വേണ്ടി വരുന്നത്. താങ്കളുടെ ഈ ഹലോ, സുദീർഘമായ മാധ്യമ പ്രവർത്തന ജീവിതത്തെക്കുറിച്ചുള്ള അതായത് ഈ ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്തെങ്കിലും എഴുതാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല, ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. നമ്മുടെ ജീവിതം തീരുകയാണ്. പിന്നെ എന്തിനാ നമ്മൾ ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട്? ആരെങ്കിലും വായിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഇത് വായിക്കുന്നുണ്ടോ? അവരവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യാം. ഞാൻ ഈ കാര്യങ്ങൾ വളരെ ലേറ്റ് ആയി. അതൊരു പിന്നെ രേഖപ്പെടുത്തലാണല്ലോ. ഒരു അതെ, കാലഘട്ടത്തിന്റെ നേർസാക്ഷികളാണല്ലോ മാധ്യമ പ്രവർത്തകർ. അതെ, ഞാൻ പറയണത് സത്യമാണെന്ന് എനിക്കൊരു സംശയമില്ല എന്നെ കുറിച്ച്. അല്ല സാർ, ഇടപെട്ട വ്യക്തികളും സംഭവങ്ങളും വേറൊരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ഇത്രയും വർഷത്തെ 68 മുതൽ അങ്ങ് ഈ ഒരു കാലഘട്ടം വരെയുള്ള സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ ആ ചരിത്രം രേഖപ്പെടുത്തേണ്ടതല്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇതിപ്പോ ഞാൻ രേഖപ്പെടുത്തിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നേർക്കാഴ്ചകളാണ് കേരളത്തിലുണ്ടായ. എനിക്ക് പിന്നെ ഞാൻ വിട്ടുപോയൊരു നേതാവുണ്ട്, കരുണാകരൻ. എന്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അദ്ദേഹം. ഞങ്ങൾ സമപ്രായക്കാരെന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹത്തിന് എന്നോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു, എനിക്ക് അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു ബഹുമാനം. എന്നുവെച്ചാൽ ഇവർക്കൊന്നും നമ്മൾ വളഞ്ഞു കൊടുക്കാൻ നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളോട് അവർക്കൊക്കെ ഈ സ്നേഹവും ഇതൊക്കെ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഒരാൾക്കും ഞാൻ വളഞ്ഞു കൊടുത്തിട്ടില്ല പത്രപ്രവർത്തന പാർട്ടി പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാറ്റി. അല്ല സാർ, ഈ പിന്നെ കരുണാകരനാണല്ലോ മാധ്യമ പ്രവർത്തകരാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടയാൾ. പക്ഷെ എല്ലാ മാധ്യമ പ്രവർത്തകരോടും അദ്ദേഹത്തിന് വളരെ അടുത്ത സൗഹാർദ്ദം ഉണ്ടായിരുന്നല്ലോ. സൗഹൃദം പുലർത്തിയ ആളാണ്. അത് ശരിയാണ്, സത്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലത്തല്ലേ മാധ്യമ പ്രവർത്തകർക്ക് പെൻഷൻ അനുവദിച്ചത്? അദ്ദേഹമാണ് ആ കാര്യത്തിൽ. അതിനൊക്കെ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് വളരെ ബഹുമാനം ഉണ്ടായിരുന്നു, നന്ദി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വ്യക്തിപരമായിട്ട്. അല്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തോട് ആ കാര്യം സംസാരിച്ചു. നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി കാണാമായിരുന്ന നേതാക്കന്മാരിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. അതുപോലെ എ കെ ആന്റണിയും ഞാനും രണ്ട് ധ്രുവങ്ങളിലായിരുന്നെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നത് ഒരുമിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ കാറിലാണ് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത്. അങ്ങനെയൊക്കെയുള്ള വലിയ ബന്ധങ്ങൾ ഞങ്ങൾ തമ്മിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും രാഷ്ട്രീയത്തിൽ പണയം വെക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും അന്തസ്സായിട്ട് തലയുയർത്തി എനിക്ക് നിൽക്കാൻ കഴിയുന്നത് എന്നെനിക്ക് നല്ല വിശ്വാസം. സർ, അക്കാദമിയുടെ അവിടെ ചെയർമാൻ ആയിരുന്ന കാലഘട്ടം ഒന്ന് ഓർത്തു പറയാമോ?
അങ്ങയുടെ ഒരു നേതൃത്വത്തിൽ കേരള മീഡിയ അക്കാദമിയില് പ്രസ് അക്കാദമിയില് സാറ് ചെയർമാൻ ആയിരുന്ന കാലഘട്ടം. അല്ല, അത് ഹേമലത തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ അവിടെ. അത് അതെ അതെ മാത്രമല്ല, ആ, ആ പരിസരം ഒന്ന് ശരിയാക്കുന്ന കാര്യത്തിൽ അന്നത്തെ ഇനിയിപ്പൊ അതൊന്നും ആ, ചോദ്യമേ ആകുന്ന കാര്യങ്ങളല്ല. കാരണം അതാകെ ഇടിച്ചു പൊളിച്ച് പോകാൻ പോയി. അതെ ഞാൻ വന്ന കാലത്ത് ഞാൻ അതിനെ വേണ്ട രീതിയിൽ പരിലാളിച്ചു എന്ന് തന്നെയാണ് എന്റെ ഒരു ഉത്തമ വിശ്വാസം. ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വെളിയിൽ നിന്നുള്ള ആളുകളുടെ പൈസ വരെ ഞാൻ അവിടുത്തെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു. ഒരു മനുഷ്യനും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എനിക്കുള്ള MP സോഴ്സ് ഫണ്ട് ഉണ്ടല്ലോ, ഉപയോഗിച്ചു. അതെ അതെ ആ സോഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ. ആ ലേഡീസ് ഹോസ്റ്റലൊക്കെ നന്നാക്കുന്ന കാര്യം എന്റെ അതെ സുഹൃത്തുക്കളെ കൊണ്ട് ഞാൻ ചെലവഴിപ്പിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ പറഞ്ഞില്ലേ, ഒരു MBയെ കൊണ്ട് ഞാൻ അവിടെ അതെ മീഡിയ റൂമിൽ മുഴുവൻ കമ്പ്യൂട്ടർ കൊണ്ട് ഉപയോഗിച്ചു. എഡിറ്റ് ഷൂട്ട് എഡിറ്റ് എഡിറ്റ് സ്റ്റുഡിയോ. ഷൂട്ട് അതെ ഇതൊക്കെ എന്റെ കാലത്ത് വന്നതാണ്. പറയുമ്പോ ആളുകൾ വലിയ കൊമ്പത്തെ വർത്താനമൊക്കെ പറയും, മറ്റേതാണ് കോപ്പാണെന്നൊക്കെ. ഒന്നുമല്ല, കൈവിട്ടൊരുത്തനും കളിക്കില്ല. അതാണ് നമ്മുടെ സമൂഹം. ഞാൻ അധികം ഇമോഷണൽ ആയി പോയ വല്ലതും പറഞ്ഞു പോകും പറയും. അപ്പം അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ താങ്കൾ ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുണ്ട്, നമുക്കെല്ലാം അറിയാം. അത് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ട് ഓർമ്മക്കുറിപ്പുകൾ എഴുതുന്നില്ല എന്നതിനുള്ള താങ്കളുടെ ഉത്തരത്തിൽ പെട്ടതാണിത്. ഇതും പറഞ്ഞ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലുള്ള സന്തോഷം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇത് ഓക്കെ, ഞാനീ പറഞ്ഞാൽ ഇതിവിടെ പലരുടെയും പലതും ഉണ്ടാകും. പറയേണ്ടി വരും. ഈ എന്തിനാണ് ശബ്ദത്തിൽ അതൊന്നും പറയാൻ? നമുക്ക് ആകെ ഒരു ചെറിയ കാലമേ ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ സന്തോഷത്തോടുകൂടി ജീവിച്ചു പോവുക. പക്ഷെ എനിക്ക് എന്റെ ജീവിതകാലത്തിന്റെ അവസാനത്തിൽ ഒരു സന്തോഷവും കിട്ടാത്ത ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ എന്നുള്ള കാര്യം നിങ്ങൾക്കെങ്കിലും ഹേമലതക്കെങ്കിലും വ്യക്തിപരമായിട്ട് അറിയാം എന്നാണ് ഞാൻ. അറിയാം സർ. അതറിയാം സാർ. എന്തായാലും നമുക്ക് ഹേമലത നമുക്കിവിടെ നിർത്താം തോന്നല്ലേ? അതെ ഇത്രയും സമയത്ത് വളരെ സുദീർഘമായി എല്ലാ പിന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള എല്ലാ ജീവിതഘട്ടങ്ങളിലൂടെയും നമ്മൾ ഈ 1.5 മണിക്കൂറിനുള്ളിൽ കടന്നുപോയി. ഇതൊരു രേഖപ്പെടുത്തലായി ഇതിവിടെ ഉണ്ടാകും. ചരിത്ര സാക്ഷികൾ പരമ്പര ഇതിൽ പങ്കെടുത്ത പ്രത്യേക അതിഥിയെ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ശ്രീ SR ശക്തിധരൻ സാറിന് ഞങ്ങളുടെ നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി, നമസ്കാരം സർ.